ഹലോ, ഗുഡ് ഈവനിങ്. പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ കണ്ടിരിക്കുന്ന മിക്ക ആൾക്കാരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന റീലുകൾ ആസ്വദിക്കുന്നവരാണ്. ഞാനും റീലൊക്കെ കാണാറുണ്ട്. റീലുകൾ നമ്മുടെ കാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഒരുപാട് റീൽ ചിത്രീകരണം കേരളത്തിൽ നടക്കുന്നു. എന്നാൽ ഇന്ന് വെളുപ്പിന് 1 മണിക്ക് കണ്ണൂരിലെ തലശ്ശേരിയിൽ നടന്നൊരു റീൽ ചിത്രീകരണം കുറച്ച് കടത്ത കൈയായി പോയി. അതായത് 2-3 +2 വിദ്യാർത്ഥികൾ ചേർന്ന് ബീക്കൺ ലൈറ്റ് കാണിച്ച്, റെഡ് ലൈറ്റ് കാണിച്ച് ഒരു ട്രെയിൻ നിർത്തി. അതായത് ഗുജറാത്തിലെ ഓക്കയിൽ നിന്നും എറണാകുളത്തേക്ക് വരുന്ന ഒരു ട്രെയിൻ അവർ നിർത്തിച്ചോടെ 2 കുട്ടികൾ പിടിയിലായിട്ടുണ്ട്. അവരെ ജാമ്യം കൊടുത്ത് വിട്ടയച്ചു എന്ന് പറഞ്ഞു. അതായത് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെയിൻ അത് നിർത്തിച്ചെന്തിനാണ്? റീൽ ചിത്രീകരിക്കാൻ വേണ്ടിയാണ്. ഒരു ചിത്രീകരണത്തിന് വേണ്ടി ട്രെയിനൊക്കെ നിർത്തിക്കുക, ആ രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് മാതാപിതാക്കൾ തന്നെ ഈ കുട്ടിയോട് ഉപദേശിക്കണം. ട്രെയിനൊക്കെ പിടിച്ചു നിർത്താൻ പോയി കഴിഞ്ഞാൽ പുട്ടകത്തായി പോകും. അത് തീർച്ചയായിട്ടും പറയണം. എന്നാലും ഈ റീൽ ചിത്രീകരണം അത് വേലി ചാടുന്നു എന്നുള്ള ഒരു ആശങ്കയോടെ നമ്മൾ ഇന്നത്തെ പ്രൈം ടൈം ആരംഭിക്കുന്നു. താങ്ക് യു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കെല്ലാം ക്രിസ്മസ് ആശംസകൾ. ക്രിസ്മസ് നമ്മുടെ ഇന്ത്യൻ സമയത്തിൽ കഴിയാറായി. വിദേശ നാടുകളിലൊക്കെ തന്നെ കഴിയാറായിട്ടില്ല. പല ടൈം ഇരുന്നാണ് നിങ്ങൾ ഈ പ്രൈം ടൈം കാണുന്നത് എന്ന് എനിക്കറിയാം. ഒരു വാർത്തകളിലേക്ക് നമ്മൾ വിശദമായി കടക്കുന്നു. അടുത്ത 1.5 മണിക്കൂറിൽ നമ്മൾ ഒന്നിച്ചുള്ള ഒരു യാത്രയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ VV രാജേഷ് BJPയുടെ മേയർ സ്ഥാനാർത്ഥി. GS ആശാനാഥ് ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയാണ്. ഏറെ ചർച്ചകൾക്കൊടുവിലാണ് VV രാജേഷിനെ മേയറാക്കാനുള്ള ധാരണയിൽ എത്തിയത്. മാത്രമല്ല, ഒരു R ശ്രീലേഖ മേയറാകാൻ പോകുന്നു എന്നുള്ള രീതിയിലുള്ള ധാരണ പൊതുവിൽ പരക്കുന്ന സമയത്താണ് VV രാജേഷിൻ്റെ സ്ഥാനാർത്ഥിത്വം BJP ഔദ്യോഗികമായി അംഗീകരിച്ചത്. മാത്രമല്ല, R ശ്രീലേഖയെ അനുനയിപ്പിക്കാനും അവർക്ക് മറ്റു ചില വാഗ്ദാനങ്ങൾ നൽകാനും ഒക്കെ BJP നേതൃത്വം തീരുമാനിക്കുന്നു എന്നും പിന്നാമ്പുറങ്ങളിൽ സംസാരമുണ്ട്. എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷനെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാക്കുമെന്ന് VV രാജേഷ് ഇന്ന് പ്രതികരിച്ചു. പ്രവർത്തകർക്ക് BJP ഉൾപ്പെടുന്ന ദേശീയ പ്രസ്ഥാനങ്ങൾ, രാഷ്ട്രീയ സ്വയംസേവക സംഘം ഉൾപ്പെടുന്ന ദേശീയ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകരുടെയും തിരുവനന്തപുരത്തെ സാധാരണക്കാരായ ജനങ്ങളുടെയും വിജയമായിട്ടാണ് ഞാൻ കാണുന്നത്. അവർ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്തമാണിത്. ഇതിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ, തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ അന്ന് ഞങ്ങൾ പറഞ്ഞതുപോലെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഞങ്ങൾ കാത്തുനിർത്തി. അതേസമയം മേയർ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചത് കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം അനുസരിച്ചാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. മേയർ സ്ഥാനാർത്ഥിത്വത്തിനായി തർക്കമുണ്ടെന്ന് ആര് പറഞ്ഞെന്നും രാജീവ് ചന്ദ്രശേഖറിന്റെ ചോദ്യം. R ശ്രീലേഖ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ചോദിച്ചോളൂ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. പാർട്ടിയിലൊരു രീതിയുണ്ട്. ഞങ്ങളൊരു പാനൽ അയക്കും സെൻട്രൽ പാർട്ടീൻ്റെ ഒപ്പം ഇന്ന് ഇരുന്നു. അത് തീരുമാനിച്ചു. ആ ഡിസിഷൻ ഇന്ന് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്ത് കൂടുതൽ വിവരങ്ങളുമായി മനീഷ് മഹിപാൽ ചേരുന്നു. രാഷ്ട്രീയമായ പരിചയമുള്ളവരും കക്ഷി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ള ആളുകളും തന്നെ കോർപ്പറേഷൻ തലപ്പത്തെത്തണം എന്നുള്ള തീരുമാനം ദേശീയ നേതൃത്വം എടുത്തതായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് മനീഷ് പ്രൈം ടൈമിൽ പറയും? SKN സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രീയമായി അത് കേന്ദ്ര നേതൃത്വം മാത്രമല്ല RSSന്റെ കൂടി അഭിപ്രായം ആരാഞ്ഞുകൊണ്ടായിരുന്നു അത് VV രാജേഷിലേക്ക് തന്നെ അവസാനം ആ നറുക്ക് വീണത്. VV രാജേഷ് R ശ്രീലേഖ ഉൾപ്പെടെ 5ഓളം പേരുടെ പേരായിരുന്നു മേയർ സ്ഥാനത്തിലേക്ക് ഉയർന്നു വന്നത്. അത്തരം അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട് VV രാജേഷ് വന്നു. പ്രധാനപ്പെട്ട 2 കാരണങ്ങൾ. ഒന്ന്, വനിതാ സംവരണമാണ് ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക്. അതുകൊണ്ട് തന്നെ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് മുൻ DGP കൂടിയായിട്ടുള്ള ശ്രീലേഖയെ പരിഗണിക്കുന്നതിലെ പ്രശ്നങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് മേയർ സ്ഥാനാർത്ഥിയാക്കിയാൽ അപ്പോൾ 2 വനിതകളായിപ്പോൾ. അത്ര വിഷയങ്ങളുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാനത്തെ ആദ്യത്തെ വനിതാ DGP ആണ് ശ്രീലേഖ എങ്കിൽ കൂടി ശ്രീലേഖയ്ക്ക് പൊതുരംഗത്ത്, നിലവിൽ BJPയിൽ വന്നിട്ട് 1.5 വർഷമായി ശ്രീലേഖ. പക്ഷേ പൊതുരംഗത്ത് ശ്രീലേഖയ്ക്ക് അത്രത്തോളം പരിചയമില്ല. ആ പരിചയക്കുറവ് ചരിത്രത്തിൽ ആദ്യമായി സംസ്ഥാനത്ത് ഒരു കോർപ്പറേഷൻ ഭരിക്കാൻ പോകുമ്പോൾ ഒരു ഭരണത്തലവനെ നിശ്ചയിക്കുന്നതിൽ ശ്രീലേഖ പോരാ എന്നുള്ള നിഗമനത്തിലേക്ക് എത്തി. ഒപ്പം തന്നെ ശബരിനാഥൻ ഉൾപ്പെടെ, മുൻ MLA ശബരിനാഥൻ ഉൾപ്പെടെ CPMന്റെ 3 ഏരിയ സെക്രട്ടറിമാരടക്കമുള്ള വലിയ കരുത്തുറ്റ പ്രതിപക്ഷ നിലയെ നേരിടാൻ കരുത്തുള്ള, അത്രത്തോളം സംഘടനാ ശേഷിയുള്ള, പ്രാഗൽഭ്യമുള്ള, പരിണതപ്രജ്ഞനായ ഒരാൾ തന്നെ വേണമെന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് BJPയുടെ സംസ്ഥാന സെക്രട്ടറി, തലസ്ഥാനത്തെ BJPയുടെ സൗമ്യമുഖം, ചാനൽ ചർച്ചകളിലടക്കം ശക്തമായ മുഖമായി BJP മുൻനിർത്തുന്ന VV രാജേഷിനെ തന്നെ കളത്തിലിറക്കാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ കോർപ്പറേഷനടക്കം പ്രതിപക്ഷ സമരങ്ങളുടെ നായകനായിരുന്നു VV രാജേഷ്. ഒപ്പം തന്നെ VV രാജേഷിനെ കൂടാതെ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് കൂടി പരിഗണിക്കുന്ന ആശാനാഥിനെയായി. അങ്ങനെ ആശാനാഥ് കൂടി വരുന്നതോട് തന്നെ 2 യുവമുഖങ്ങൾ തിരുവനന്തപുരം
കോർപ്പറേഷനിൽ നിറഞ്ഞു നിൽക്കുന്ന രീതിയിലേക്ക് എത്തി. ഇനി SK സൂചിപ്പിച്ചതുപോലെ ആർ ശ്രീലേഖയെ പരിഗണിക്കുന്നത് നിയമസഭയിലേക്കാണെങ്കിൽ അത് വട്ടിയൂർക്കാവ് പോലെയുള്ള BJPക്ക് വലിയ സാധ്യതയുള്ള ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ആർ ശ്രീലേഖയെ ഉപയോഗപ്പെടുത്താൻ അവിടെ ജയിക്കും. അവിടെ ജയിച്ചാൽ വലിയ രീതിയിലുള്ള പരിഗണന ലഭിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രീലേഖയെ അനുനയിപ്പിച്ച വാർത്തകളാണ് ഇന്ന് പുറത്തു വന്നത്. അതായത് ജയിച്ചതും തോറ്റതുമായിട്ടുള്ള 101 കൗൺസിലർമാരുടെ അഭിപ്രായവും RSSന്റെ അഭിപ്രായവും സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിലപാടും ഒക്കെ തന്നെ കൂട്ടിക്കിഴിച്ചുകൊണ്ടായിരുന്നു ഇന്ന് സംസ്ഥാന അധ്യക്ഷൻ ഉച്ചയോടുകൂടി തന്നെ VV രാജേഷിലേക്കും ആശാനാഥിലേക്കും ഈ നറുക്ക് അല്ലെങ്കിൽ ഈ തീരുമാനത്തിലേക്ക് എത്തി. എന്തായാലും നാളെ രാവിലെ 10:30 തന്നെ ഔദ്യോഗികമായ തെരഞ്ഞെടുപ്പ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ടാകും. 45 വർഷം ഇടതുപക്ഷം ഭരിച്ച ഇടത് കോട്ട ഇനി BJPയുടെ കൈകളിലേക്ക് എത്തുന്ന കാഴ്ച നാളെ രാവിലെ മുതൽ കാണാൻ കഴിയും. SK. ഓക്കെ, താങ്ക് യു. മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്. അലി അക്ബർ പറയുന്നു, ഞങ്ങളിവിടെ കുറേ നേരമായിട്ടുണ്ട് SKN. ഇനി താങ്കൾക്കിപ്പോൾ 1.5 മണിക്കൂർ പാലയിൽ പുളിക്കക്കണ്ടം പ്രദേശത്ത് 2 ഭാഗത്തു നിന്ന് ചർച്ച നടന്നുകൊണ്ട് അതിൻ്റെ വിവരങ്ങൾ ലഭിച്ചോ? വിശദവിവരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. പാലാ നഗരസഭയിൽ ബിനു പുളിക്കക്കണ്ടം UDFനെ പിന്തുണച്ചേക്കുമെന്നാണ് വിവരം. LDFുമായുള്ള ചർച്ച പരാജയപ്പെട്ടു. കേരള കോൺഗ്രസ് ധാരണ അംഗീകരിച്ചില്ല. UDFുമായും ചർച്ച നടത്തി. ഏറ്റവും അവസാനം ലഭിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ദിയ പുളിക്കക്കണ്ടം ചെയർപേഴ്സണാകുമെന്നാണ് പറയുന്നത്. മായ രാഹുൽ വൈസ് ചെയർപേഴ്സണാകുമെന്ന് കൂടി വിവരങ്ങൾ ലഭിക്കുന്നു. അപ്പോൾ എന്തായാലും ആദ്യ ടീമിൽ ബിനുവിൻ്റെ മകൾ ദിയ പുളിക്കക്കണ്ടം ചെയർപേഴ്സണാകും എന്ന ഒത്തുതീർപ്പോടെ UDFനെ പിന്തുണയ്ക്കുമെന്നാണ് പറയുന്നത്. ടോബി ജോൺസൺ നമുക്കൊപ്പം തത്സമയം ചേരുന്നു. ടോബി, അവസാനം UDFനെ പിന്തുണയ്ക്കും. പാലാ നഗരസഭയിൽ UDF തന്നെ അധികാരത്തിൽ വരാൻ പോകുന്നു. എന്താണ് വിവരം? തീർച്ചയായിട്ടും SKN ഒരാഴ്ച നീണ്ടു നിന്ന ചർച്ചകളാണ് നടന്നത്. നിർണായക ചർച്ചകളായിരുന്നു. ഇതിൽ LDFുമായിട്ട് ഈ കഴിഞ്ഞ 2 ദിവസം LDFുമായിട്ട് നിർണായക ചർച്ചകൾ നടന്നു. പ്രത്യേകിച്ചും CPMന്റെ നേതൃത്വത്തിലായിരുന്നു. മന്ത്രി VN വാസവൻ അടക്കമുള്ളവർ ഇടപെട്ട് ബിനു പുളിക്കക്കണ്ടവുമായി വലിയ ചർച്ചകൾ നടന്നു. പക്ഷേ കേരള കോൺഗ്രസിന് ഇതങ്ങോട്ട് അംഗീകരിക്കാൻ സാധിച്ചില്ല. അവർ ചില ധാരണകൾ മുന്നോട്ട് വെച്ചിരുന്നു. ബിനു പുളിക്കക്കണ്ടം ആ ധാരണകൾ അംഗീകരിക്കാൻ, അതായത് ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാൻ ആവശ്യപ്പെട്ടിരുന്നു. ഈ ചെയർമാൻ സ്ഥാനം വീതം വെക്കുന്ന മായി ബന്ധപ്പെട്ടായിരുന്നു ആ ചർച്ചകൾ. അതിൽ കേരള കോൺഗ്രസ് ഈ ബിനു പുളിക്കക്കണ്ടത്തിന്റെ നിലപാടുകളോട് അത് പൂർണ്ണമായിട്ടും അംഗീകരിക്കാൻ തയ്യാറായില്ല. അവർക്ക് ചില എതിർപ്പുകൾ ഉണ്ടായത് കാരണം അവരെയും കൂടി പരിഗണിക്കണം എന്നുള്ളൊരു ആവശ്യമായിരുന്നു. 10 സീറ്റ് വാങ്ങി ഏറ്റവും വലിയ കക്ഷിയായിട്ട് തന്നെ കേരള കോൺഗ്രസ് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചെയർമാന്റെ കാര്യത്തിലും വൈസ് ചെയർമാന്റെ കാര്യത്തിലും ചില ധാരണകൾ, ചില വിട്ടുവീഴ്ചകൾ ബിനു പുളിക്കക്കണ്ടം നൽകണമെന്ന് പറഞ്ഞു. എന്നാൽ അതിന് ബിനു പുളിക്കക്കണ്ടം തയ്യാറായില്ല. ചെയർമാൻ സ്ഥാനവും വൈസ് ചെയർമാൻ സ്ഥാനവും വേണമെന്നുള്ളൊരു നിലപാടെടുത്തു എന്നാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിൽ നിന്നും പുറത്തു വരുന്ന തീരുമാനം. എന്തായാലും ആ ചർച്ചകൾ പരാജയപ്പെട്ടതോടുകൂടിയാണ് UDFിലേക്കുള്ള വഴി തുറന്നിരിക്കുന്നത്. UDF നേതൃത്വം, അതായത് മാണി സി കാപ്പൻ, ഫ്രാൻസിസ് ജോർജ്, ജോസഫ് പാടിക്കൻ, ഈ 3 അംഗ സംഘത്തെയാണ് നേരത്തെ അവിടെ നിയോഗിച്ചത്. അവർ ഈ ബിനു പുളിക്കക്കണ്ടവുമായി ഇപ്പോഴും ചർച്ചകൾ തുടരുകയാണ്. അതിൽ നിർണായകമായത് മായ രാഹുലിന്റെ ഒരു നിലപാടായിരുന്നു. മായ രാഹുലും അർഹമായിട്ടുള്ള അംഗീകാരം ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ ഏറ്റവും ഒടുവിൽ ആദ്യ ടീമിൽ മായ രാഹുലിന് വൈസ് ചെയർമാൻ സ്ഥാനം നൽകാമെന്നുള്ളൊരു നിലപാടിലേക്ക് എത്തുകയായിരുന്നു. ദിയ, അതായത് ബിനുവിന്റെ മകളാണ്, 21 വയസ്സ് മാത്രമാണ് പ്രായമുള്ളത്. ദിയ നഗരസഭ അധ്യക്ഷയാകുമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക്, ഒരു ധാരണയിലേക്ക് UDF നേതൃത്വം എത്തി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ 10 സീറ്റുകളാണ് UDFിനുള്ളത്. ബിനു പുളിക്കക്കണ്ടത്തിലെ 3 സ്ഥാനാർത്ഥികളും ഒപ്പം മായ രാഹുലും ചേരുമ്പോൾ 14 സീറ്റ് എന്ന ഒരു നിലയിലേക്ക്, കംഫർട്ടബിൾ മജോറിറ്റിയിലേക്ക് അവർക്ക് പാലാ നഗരസഭയിലേക്ക് എത്താൻ സാധിക്കും. ഇതിൽ എടുത്തു പറയേണ്ടത്, ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കേരള കോൺഗ്രസിന് പാലാ നഗരസഭയിൽ അധികാരമില്ലാതെ ഇരിക്കേണ്ട ഒരു അവസ്ഥ വരുന്നത്. എന്തായാലും അത് പ്രതിപക്ഷത്തിരിക്കാനും തയ്യാറാണ്, ജനഹിതം മാനിക്കാൻ തയ്യാറാണെന്ന് ജോസ് കെ മാണിയും പറഞ്ഞിരുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ ബിനു പുളിക്കക്കണ്ടത്തിന്റെ ഒരു പ്രഖ്യാപനം, UDF നേതാക്കൾക്കൊപ്പമുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ UDFിന്റെ പാർലമെന്ററി പാർട്ടി ചേരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. SK. ഓക്കെ, ടോബി ജോൺസണാണ് ടെലിഫോണിൽ ഉണ്ടായിരുന്നത്. എന്തായാലും പാലാ നഗരസഭയെ നയിക്കാൻ ഒരു 21 വയസ്സുകാരി ദിയ പുളിക്കക്കണ്ടം, ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുനിസിപ്പൽ ചെയർപേഴ്സണാകും ദിയ പുളിക്കക്കണ്ടം ഈ കാര്യങ്ങൾ നടപ്പിൽ വന്നാൽ. മറ്റൊരു വാർത്തയിലേക്ക്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ LDFുമായി സഹകരിക്കുമെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ കൗൺസിൽ യോഗത്തിൽ വിവാദ വിഷയങ്ങൾ പാസ്സാക്കാൻ അനുവദിക്കില്ല, എന്നാൽ ഭരണം അട്ടിമറിക്കാനില്ലെന്നും K മുരളീധരൻ. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. ആദ്യം മുരളീധരൻ്റെ ഈ പ്രസ്താവനയെക്കുറിച്ച് നമുക്കൊന്ന് കേൾക്കാം. വിവാദ വിഷയങ്ങൾ നഗരസഭയുടെ ഭൂരിപക്ഷം ഉപയോഗിച്ച് പാസ്സാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇപ്പോൾ ചില മതങ്ങളുടെ മാത്രം പ്രാർത്ഥനകൾ ചൊല്ലുക, അംഗീകരിക്കാത്ത അടയാളങ്ങൾ പ്രദർശിപ്പിക്കുക, ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ പ്രതിപക്ഷത്തുള്ള സമാന ചിന്താഗതിക്കാരുമായി ഞങ്ങൾ അതിനെതിരായി ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കും. പ്രതിപക്ഷം എന്നുള്ള നിലയിൽ എല്ലാവരും ഒരുമിച്ച് അക്കാര്യത്തിൽ നിൽക്കും. പക്ഷേ ഭരണം അട്ടിമറിക്കാൻ ഞങ്ങളില്ല.
മനീഷ് മൊഹിവാൽ വീണ്ടും ചേരുന്നു തിരുവനന്തപുരത്ത്. മനീഷ്, പറയൂ, യഥാർത്ഥത്തിൽ ഇതിനകത്തൊരു ക്ലാരിറ്റി കെ മുരളീധരനുണ്ടോ? SKN, അതായത് നേരത്തെ തന്നെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് വ്യക്തമാക്കിയത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPയെ മാറ്റി നിർത്തുമെന്നായിരുന്നു. അതായത് LDFും UDFും ചേർന്നൊരു ഭരണത്തിലേക്കുള്ള സാധ്യത ആദ്യം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ടായിരുന്നു. പക്ഷേ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് തിരിച്ചടിയാകുമെന്ന പാർട്ടിയുടെ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് UDF അതിൽ നിന്ന് പിന്നോട്ട് പോയത്. പിന്നീട് CPIയും ആ നീക്കത്തിൽ നിന്ന് പിന്നോട്ട് പോയി. നാളെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മേയർ സ്ഥാനത്തിലേക്ക് മത്സരിക്കാൻ UDFിനും LDFിനും അവരുടേതായിട്ടുള്ള മേയർ സ്ഥാനാർത്ഥികളുണ്ട്. ഈ ഘട്ടത്തിൽ പക്ഷേ ഭരണം അട്ടിമറിക്കാനില്ല. അതായത് കെ മുരളീധരൻ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഭരണം അട്ടിമറിക്കാനില്ല, പക്ഷേ ആശയപരമായി ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കും. തങ്ങളുടെ ആശയമായി യോജിച്ചു നിൽക്കുന്ന എല്ലാ അംഗങ്ങൾക്കൊപ്പം പ്രതിപക്ഷം എന്ന നിലയിൽ ഒന്നിച്ചു നിന്നുകൊണ്ട് BJP നിരത്തുന്ന കേന്ദ്ര സർക്കാരിന്റെ ആശയങ്ങൾ നടപ്പാനുള്ള ഇടമാക്കി തിരുവനന്തപുരം കോർപ്പറേഷനെ മാറ്റുകയില്ല. പ്രധാനമായും വർഗീയ ചിഹ്നങ്ങൾ പ്രദർശിപ്പിക്കുക, ഏതെങ്കിലും ഒരു മതത്തിന്റെ ഭാഗമായുള്ള പ്രാർത്ഥന ചൊല്ലുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അതായത് കേന്ദ്ര സർക്കാരിന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ആശയം പ്രചരിപ്പിക്കാനോ അടിച്ചമർത്താനോ ശ്രമിച്ചാൽ ശക്തമായ പ്രതിരോധം ഉണ്ടാക്കുമെന്നും അവിടെ രാഷ്ട്രീയമില്ലാതെ ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP നിലവിൽ കണ്ണിലെ കൃഷ്ണമണി പോലെ കാക്കുമെന്ന് പറയുന്നതൊക്കെ തന്നെ മോഹന വാഗ്ദാനങ്ങളാണ്. തൃശ്ശൂരിൽ നടപ്പാക്കാൻ കഴിയാത്തത് തിരുവനന്തപുരത്ത് നടപ്പാക്കാൻ അവർക്ക് കഴിയുമോ എന്ന ആശങ്ക അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ടെങ്കിൽ കൂടി BJPയെ മുൻവിധിയോടുകൂടി കാണുന്നില്ല. ഭരണം നടപ്പിലാക്കാൻ കഴിയുന്നെങ്കിൽ, വികസനം നടപ്പിലാക്കാൻ കഴിയുന്നെങ്കിൽ അത് നടപ്പിലാക്കി കാണിക്കട്ടെ എന്നും അദ്ദേഹം വ്യക്തമാക്കി. SKN. താങ്ക് യു മനീഷ് മൊഹിബാൽ. മറ്റൊരു വാർത്തയിലേക്ക്. ചരിത്രത്തിൽ ആദ്യമായി തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ഭരിക്കാനൊരുങ്ങുമ്പോൾ മേയർ സ്ഥാനത്തേക്ക് VV രാജേഷ് എത്തിയത് RSSന്റെ പിന്തുണയോടെ എന്ന സൂചന. സംസ്ഥാന നേതൃത്വം അവസാനം വരെ ശ്രീലേഖയ്ക്ക് വേണ്ടി വാദിച്ചെങ്കിലും RSS വഴങ്ങിയില്ല. K ശബരിനാഥൻ അടക്കമുള്ള കരുത്തുറ്റ പ്രതിപക്ഷത്തെയാകും VV രാജേഷിനും GS ആശാനാഥിനും നേരിടേണ്ടി വരിക. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മുൻ മേയർ കൂടിയായ നമ്മുടെ വിദ്യാഭ്യാസ ഉപമന്ത്രി V ശിവൻകുട്ടി ടെലിഫോൺ ലൈനിൽ ചേരുന്നു. കുറേയേറെ കാലത്തെ ഭരണത്തിന് ശേഷം LDFിന് തിരുവനന്തപുരം കോർപ്പറേഷൻ കൈവിട്ടുപോയി. മാത്രമല്ല VV രാജേഷ് BJPയുടെ മേയർ സ്ഥാനാർത്ഥിയാകുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ കെ മുരളീധരൻ്റെ ഒരു പ്രസ്താവനയും വന്നു. അതായത് ചില സമാന ചിന്താഗതിയുള്ള കാര്യങ്ങളിൽ പ്രതിപക്ഷം ഒന്നിച്ച് തന്നെ നീങ്ങും, അത്തരം സംഭവങ്ങളൊന്നും പാസ്സാക്കിയെടുക്കാൻ ഈ BJPക്കാരെ അനുവദിക്കില്ല എന്ന് കൂടിയാണ് ഇദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. LDFുമായിട്ടും UDF സഹകരിക്കും എന്നാണ് കെ മുരളീധരൻ്റെ പ്രസ്താവന പറയുന്നത്. ഈ കാര്യത്തിൽ എത്രയോ കാലം തിരുവനന്തപുരം ഭരിച്ച മേയറാണ്. എന്താണ് താങ്കൾ ഇപ്പോൾ തോന്നുന്നത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു പ്രകടന പത്രിക ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പല കാരണങ്ങൾ കൊണ്ടും തെരഞ്ഞെടുപ്പിൽ ഒരു പരാജയം ഉണ്ടായി, നേരിയ പരാജയം ഉണ്ടായി. അത് പിന്നെ ചെറിയ വോട്ടിന് തോറ്റ പത്തിലധികം വരുന്ന വാർഡുകളുണ്ട്. അങ്ങനെ അത് പല കാരണങ്ങളും ഞങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ UDF ആണെങ്കിൽ ഏതാണ്ട് നല്ല ഒരു നിരവധി വാർഡുകളിൽ BJP ആയിട്ട് അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു. BJP ആയിട്ട് വോട്ടിംഗ് പാറ്റേൺ നോക്കിയാൽ തന്നെ അറിയാം. ഈ BJP ജയിച്ച സ്ഥലങ്ങളിൽ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്ത് പോയ സ്ഥലങ്ങളിലൊക്കെ തന്നെ അവർ വോട്ടിംഗ് പാറ്റേൺ നോക്കിയാൽ അറിയാം. അപ്പൊ ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു ആക്ഷേപം എന്ന് പറഞ്ഞാൽ CPMനെ തോൽപ്പിക്കുവാൻ, LDFിനെ തോൽപ്പിക്കുവാൻ BJPയും കോൺഗ്രസും ആയി അവർ ഒത്തുകളിക്കുന്നു. അതിന്റെ കൂടി ഫലമാണ് ഈ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് കോൺഗ്രസുമായിട്ടൊന്നും ഞങ്ങളിപ്പോ എന്തായാലും ഈ കോർപ്പറേഷനിൽ യോജിക്കാൻ വേണ്ടി പോകുന്നില്ല. കാരണം കഴിഞ്ഞ 5 വർഷക്കാലമായി BJPയോടൊപ്പം നിന്നുകൊണ്ടാണല്ലോ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തെ അവർ പല തടസ്സങ്ങളും സൃഷ്ടിച്ചിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രകടന പത്രിക കൊണ്ട് ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങളും നടപ്പിലാക്കുന്നതിൽ ഒരു നയമുണ്ട്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യങ്ങളിലും ഞങ്ങൾ കൊടുക്കില്ല. ജനങ്ങൾക്ക് ഗുണകരമായി വരുന്ന കാര്യങ്ങൾ അത് ഞങ്ങൾ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ ആലോചിക്കും. ഈ മതസ്വാതന്ത്ര്യം അല്ലെങ്കിൽ മതസഹിഷ്ണുത ഇങ്ങനെയൊക്കെയുള്ള സമാന കാര്യങ്ങളിൽ LDFുമായിട്ട് ഒന്നിച്ചു പോകാൻ കഴിയുമെന്ന പ്രതീക്ഷയിലായിരുന്നു കെ മുരളീധരൻ്റെ പ്രസ്താവന. അങ്ങനെ ഒരു ഒത്തുപോക്കിനൊന്നും തിരുവനന്തപുരം കോർപ്പറേഷൻ സാധ്യതയില്ല എന്നാണോ താങ്കൾ പറഞ്ഞു വയ്ക്കുന്നത്? അല്ല, എങ്ങനെയാ കോൺഗ്രസിനെ വിശ്വസിക്കാൻ വേണ്ടി കഴിയുന്നത്? ഒരു കാരണവശാലും വിശ്വസിക്കാൻ വേണ്ടി കഴിയില്ലല്ലോ. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറഞ്ഞാൽ CPM വിരുദ്ധ അജണ്ടയും LDF വിരുദ്ധ അജണ്ടയുമാണല്ലോ. ആ CPMനെ പരാജയപ്പെടുത്തുവാൻ അല്ലെങ്കിൽ CPIനെ ഒന്ന് ക്ഷീണപ്പെടുത്തുവാൻ വേണ്ടി BJPയോടൊപ്പം ഏത് നിമിഷവും ചേർന്നുകൊണ്ടിരിക്കുകയാണല്ലോ അവര്. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ലല്ലോ. അവരുടെ പ്രവർത്തനം എങ്ങനെയാണ് നോക്കട്ടെ.
ഓക്കെ, എനിവേ താങ്ക് യു ശ്രീ വി ശിവൻകുട്ടി, താങ്ക് യു. തിരുവനന്തപുരത്തെ മുൻ കോർപ്പറേഷൻ മേയറും ഇപ്പോഴത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുമായ വി ശിവൻകുട്ടി പ്രതികരിക്കുകയായിരുന്നു. കെ മുരളീധരൻ പറഞ്ഞതുപോലെ LDFുമായിട്ടുള്ള സമാന കേസുകളിലൊക്കെ തന്നെ ഒന്നിച്ചു പോകാം എന്നുള്ള പ്രതീക്ഷയൊന്നും LDF നേതാക്കന്മാർക്കില്ല എന്നാണ് ശിവൻകുട്ടിയുടെ വാക്കിൽ നിന്ന് വ്യക്തമാകുന്നത്. മാത്രമല്ല BJPയും കോൺഗ്രസും ഒന്നിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിൽ CPMനെയും ഒക്കെ LDFിനെ എതിർക്കുകയായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഒരു പുത്തൻ നയംമാറ്റം വേണം എന്ന് പാർട്ടി കരുതുന്നില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ചരിത്രത്തിൽ ആദ്യമായി തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ഭരിക്കാനൊരുങ്ങുമ്പോൾ മേയർ സ്ഥാനത്തേക്ക് VV രാജേഷ് എത്തിയത് RSSൻ്റെ പിന്തുണ തന്നെയാണ്. സംസ്ഥാന നേതൃത്വം അവസാനം വരെ ശ്രീലേഖയ്ക്ക് വേണ്ടി വാദിച്ചു. പക്ഷേ RSS വഴങ്ങാൻ കൂട്ടാക്കിയില്ല. കാരണം KS ശബരിനാഥൻ പോലെ കരുത്തുറ്റ പാർലമെൻ്ററി പരിചയമുള്ള ആളുകളാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ VV രാജേഷിനും GS ആശാനാഥനും നേരിടേണ്ടി വരുന്നത് ഈ ഭരണ പരിചയമുള്ള പ്രാഗൽഭ്യമുള്ള നേതാക്കന്മാരെ തന്നെയാകും തിരുവനന്തപുരം കോർപ്പറേഷനിൽ. തലസ്ഥാനത്തെ BJPയുടെ സൗമ്യമുഖം, കോർപ്പറേഷനിലെ പ്രതിപക്ഷ സമരങ്ങളുടെ നായകൻ, BJP സംസ്ഥാന സെക്രട്ടറി, യുവമോർച്ച മുൻ സംസ്ഥാന അധ്യക്ഷൻ, BJP തിരുവനന്തപുരം മുൻ ജില്ലാ പ്രസിഡന്റ്, ചാനൽ ചർച്ചകളിൽ BJPയുടെ ശക്തമായ മുഖം, ഇതൊക്കെയാണ് VV രാജേഷിന്റെ വിശേഷണങ്ങൾ. കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ നിന്നുള്ള BJP സ്ഥാനാർത്ഥിയുമായിരുന്നു VV രാജേഷ്. കഴിഞ്ഞ തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ പൂജപ്പുര വാർഡിൽ നിന്നായിരുന്നെങ്കിൽ ഇത്തവണ വിജയം ഉറപ്പിച്ചത് കൊടുങ്ങാനൂർ വാർഡിൽ നിന്നാണ്. മേയർ ചർച്ചകളിൽ VV രാജേഷിന്റെ പേരിനൊപ്പം ഉയർന്നു വന്ന പേരായിരുന്നു R ശ്രീലേഖയുടേത്. എന്നാൽ രാജേഷിനുള്ള രാഷ്ട്രീയ പരിചയസമ്പത്തും തലസ്ഥാന നഗരിയിലുള്ള സ്വാധീനവുമാണ് നറുക്ക് രാജേഷിന് തന്നെ വീഴാൻ കാരണം. മേയറെ തീരുമാനിക്കുന്നതിൽ RSSന്റെ ഇടപെടലാണ് നിർണായകമായത്. RSSന്റെ പിന്തുണ VV രാജേഷിനായിരുന്നു. വഴുതക്കാട് വുമൺസ് കോളേജിലെ ABVPയുടെ തീപ്പൊരു നേതാവായിരുന്നു GS ആശാനാഥ്. 2016 പാപ്പനംകോട് ഉപതെരഞ്ഞെടുപ്പിലാണ് പാർലമെന്ററി രാഷ്ട്രീയത്തിന്റെ തുടക്കം. യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ച ആശാനാഥ് തലസ്ഥാനത്തെ BJPയുടെ യുവമുഖം കൂടിയാണ്. 24 തിരുവനന്തപുരം. എന്തായാലും കുറച്ചുകൂടി വ്യക്തത നമുക്ക് നാളെ പുലർച്ചെ അറിയാം. മേയർ തെരഞ്ഞെടുപ്പിന് പിന്നാലെ എറണാകുളത്തെ കോൺഗ്രസിൽ ഉടലെടുത്ത പടലപിണക്കം രൂക്ഷമായി തുടരുന്നു എന്നാണ് ഞങ്ങളുടെ ബ്യൂറോ പറയുന്നത്. മാർഗനിർദ്ദേശങ്ങൾ അട്ടിമറിച്ചെന്ന് ചൂണ്ടിക്കാണിച്ച് ഹൈക്കമാൻഡിനും KPCCക്കും ദീപ്തി മേരി വർഗീസ് പരാതി കൊടുത്തു. തർക്കങ്ങൾക്കിടെ തൃശൂർ കോർപ്പറേഷൻ മേയറായി ഡോക്ടർ നിജി ജസ്റ്റിനെ കോൺഗ്രസ് പ്രഖ്യാപിച്ചു. മുൻ പരിചയമുള്ള ലാലി ജെയിംസിനെയും സുബി ബാബുവിനെയും തഴഞ്ഞതിൽ മുതിർന്ന നേതാക്കൾക്ക് എതിർപ്പുണ്ടെന്നാണ് ഞങ്ങളുടെ ബ്യൂറോ അറിയിക്കുന്നത്. കൊച്ചി മേയർ പദത്തിലേക്ക് ദീപ്തി മേരി വർഗീസിനെ തഴഞ്ഞതിൽ കോൺഗ്രസ് നേതാക്കൾ രണ്ടു തട്ടിലാണ്. KPCCയുടെ മാർഗനിർദ്ദേശങ്ങൾ മേയർ തിരഞ്ഞെടുപ്പിൽ പാലിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടി ദീപ്തി മേരി വർഗീസ് ഹൈക്കമാൻഡിനും KPCCക്കും പരാതി നൽകി. പ്രയാസമറിയിച്ചുവെന്നും പരിശോധിക്കുമെന്നും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. അദ്ദേഹത്തിനും അർഹതയുണ്ട്, അതെല്ലാം പരിശോധിച്ചിട്ടുണ്ട്. അപ്പോൾ കിട്ടാത്തതിൻ്റെ പേരിലുള്ള അദ്ദേഹത്തിനെ തിരഞ്ഞെടുക്കുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നിരിക്കാം. അതിലൊരു പരാതി ഉണ്ടെങ്കിൽ അത് പരിശോധിക്കും. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും തർക്കം രൂക്ഷമാണ്. DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് വിളിച്ച യോഗത്തിൽ നിന്ന് KC വേണുഗോപാൽ വിഭാഗം നേതാക്കൾ ഇറങ്ങിപ്പോയിരുന്നു. അതേസമയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി KG രാധാകൃഷ്ണനെ തിരഞ്ഞെടുക്കാനും തീരുമാനിച്ചു. തൃശൂർ DCC വൈസ് പ്രസിഡന്റും മഹിളാ കോൺഗ്രസ് നേതാവുമായ ഡോക്ടർ നിജി ജസ്റ്റിനെ തൃശൂർ മേയറായി തിരഞ്ഞെടുത്തു. കൂട്ടായ പ്രവർത്തനത്തിലൂടെ തൃശൂരിന്റെ വികസനം നടപ്പാക്കുമെന്ന് ഡോക്ടർ നിജി. പാർലമെന്റ് പാർട്ടി യോഗം കൂടിയിട്ട് കൂട്ടായ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി, തൃശൂരിന്റെ അടിസ്ഥാനപരമായ വികസനം ഒരു വശത്ത്, മറുവശത്ത് നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ. KPCC സെക്രട്ടറി A പ്രസാദാണ് ഡെപ്യൂട്ടി മേയർ. KPCC മാനദണ്ഡങ്ങൾ പാലിച്ചാണ് മേയറെ നിശ്ചയിച്ചത് എന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. മുതിർന്ന നേതാക്കളായ ലാലി ജെയിംസിനെയും സുബി ബാബുവിനെയും മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കാത്തതിൽ ഒരു വിഭാഗം നേതാക്കൾക്കിടയിലും കൌൺസിലേഴ്സിനിടയിലും കടുത്ത എതിർപ്പുണ്ട്. തൃശൂർ ബ്യൂറോയ്ക്കൊപ്പം 24 കൊച്ചി. ലോകമെമ്പാടുമുള്ള മലയാളം അത്ര സംസാരിക്കാൻ അറിയാത്ത മൂന്നാമത്തെയും രണ്ടാമത്തെയും ജനറേഷൻ മലയാളികൾക്കും മറ്റുള്ളവർക്കും മറ്റുള്ള സംസ്ഥാനക്കാർക്കും രാജ്യക്കാർക്കും ഒക്കെ ഉപകാരപ്പെടും 24 ഇൻ്റർനാഷണൽ. ഇപ്പോൾ തന്നെ നിങ്ങൾ യൂട്യൂബിൽ ലോഗിൻ ചെയ്യുക, 24 ഇൻ്റർനാഷണലിലൂടെ വാർത്തകൾ ഇംഗ്ലീഷിൽ അറിയുക. പ്രൈം ടൈം തുടരുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പുരാവസ്തു മാഫിയ തലവൻ D മണിയെ ചോദ്യം ചെയ്ത് പ്രത്യേക അന്വേഷണ സംഘം. ഡിണ്ടിഗൽ സ്വദേശി ബാലമുരുകനാണ് D മണി എന്ന പേരിൽ വിഖ്യാതൻ. കുപ്രസിദ്ധനാണോ വിഖ്യാതനാണോ എന്ന അന്വേഷണ ഏജൻസി തീരുമാനിക്കും. ഡയമണ്ട് മണി എന്നുള്ളതാണ് ചുരുങ്ങി D മണിയായത്. താൻ വജ്രവ്യാപാരിയാണെന്നാണ് മണിയുടെ മൊഴി. മണിയും സംഘവും കേരളത്തിൽ 1000 കോടി രൂപയുടെ
പുരാവസ്തു വിഗ്രഹ ഇടപാടിന് ലക്ഷ്യമിട്ടുവെന്നാണ് പ്രവാസി വ്യവസായി അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയത്. ഈ വ്യവസായിയെക്കുറിച്ചാണ് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ക്രൈംബ്രാഞ്ച് ഓഫീസിൽ പോയി പറഞ്ഞത്. സ്വർണം ഉരുക്കിയെടുക്കുന്നതിനേക്കാൾ വലിയ വിഗ്രഹക്കടത്ത് ശബരിമലയിലും അനുബന്ധ ക്ഷേത്രങ്ങളിലും നടന്നുവെന്നായിരുന്നു രമേശ് ചെന്നിത്തല സൂചിപ്പിച്ച മലയാളിയായ പ്രവാസി വ്യവസായി അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയത്. 2019-2020 കാലങ്ങളിലായി 4 പഞ്ചലോഹ വിഗ്രഹങ്ങൾ രാജ്യാന്തര പുരാവസ്തു കടത്ത് സംഘത്തിന് വിറ്റുവെന്നും ഡി മണി എന്ന പേരിൽ അറിയപ്പെടുന്ന ചെന്നൈക്കാരനാണ് വിഗ്രഹങ്ങൾ വാങ്ങിയതെന്നും മൊഴി നൽകിയിരുന്നു. പിന്നാലെയാണ് ചെന്നൈ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി ഡി മണി ആരാണെന്ന് കണ്ടെത്തിയത്. ഇയാൾ ഡിണ്ടിഗൽ സ്വദേശി ബാലമുരുകനാണെന്നും വജ്രവ്യാപാരം നടത്തുന്നതിനാണ് ഡയമണ്ട് മണി എന്ന പേര് വന്നതെന്നും അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു. ഡി മണിയും സംഘവും കേരളത്തിൽ ലക്ഷ്യമിട്ടത് 1000 കോടിയുടെ പുരാവസ്തു വിഗ്രഹ ഇടപാടാണെന്നും പ്രവാസി വ്യവസായി മൊഴി നൽകിയിട്ടുണ്ട്. ശബരിമല കൂടാതെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും കണ്ണുവച്ചെങ്കിലും ഇടപാട് മുടങ്ങി. എൻ വാസു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരിക്കെ ക്ഷേത്രങ്ങളിലെ പുരാവസ്തുക്കൾ ലേലം ചെയ്യാൻ നീക്കം നടത്തിയെന്ന മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ആരോപണം. കേരളത്തിൽ വാസു പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്താണ് കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ പുരാവസ്തുക്കൾ മുഴുവൻ ലേലം ചെയ്യാൻ തീരുമാനിച്ചു. അന്ന് അതിനെ ഏറ്റവും ശക്തമായി ഞാൻ പ്രതിപക്ഷ നേതാവെന്നുള്ളതിൽ ഈ സഭയ്ക്കകത്തും പുറത്തും എതിർത്തു. അന്ന് ഞാൻ എതിർത്തില്ലായിരുന്നെങ്കിൽ ഇത് മുഴുവൻ അടിച്ചു പോയേനെ. അന്ന് തുടങ്ങിയതാണ് ഇവരുടെ കണ്ണ് ഈ സാധനങ്ങളിൽ. അതേസമയം ഇന്നും ജയിലിലെത്തിയ അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും സുധീഷ് കുമാറിനെയും ചോദ്യം ചെയ്തു. സംസ്ഥാനത്തിന് പുറത്തു നടക്കുന്ന നിർണായക നീക്കത്തിനിടെയാണ് അന്വേഷണ സംഘത്തലവൻ SP ശശിധരൻ നേരിട്ടെത്തി ചോദ്യം ചെയ്തത്. കേസിൽ മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളായിരുന്ന KP ശങ്കർദാസ്, N വിജയകുമാർ എന്നിവരെ നാളെ ചോദ്യം ചെയ്യും. 24 തിരുവനന്തപുരം. എന്തായാലും അന്വേഷണം നടക്കട്ടെ. നമ്മുടെ ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങളൊക്കെ അടിച്ചുകൊണ്ട് പോകാൻ ചില മാഫിയ സംഘങ്ങൾ കേരളത്തിൽ നോട്ടമിട്ടു എന്നുള്ള വാർത്തകൾ വരുമ്പോൾ നമ്മളെ നടുക്കുന്നു. ശാന്തമായി പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനത്ത്, പൊതുവേ ശാന്തത അവലംബിക്കുന്ന ഒരു സംസ്ഥാനത്ത് അതിൻ്റെ പിന്നിൽ അധോലോകങ്ങൾ വളർന്നു വരുന്നു എന്നുള്ളത് നമ്മൾ സമാധാനകാംക്ഷിയുടെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധി കണ്ടതിൽ വ്യക്തത വരുത്താതെ കോൺഗ്രസ് നേതാക്കൾ. ഉണ്ണികൃഷ്ണൻ പോറ്റി ആവശ്യപ്പെട്ടതനുസരിച്ചാണ് സോണിയാഗാന്ധിയെ കാണാൻ ഒപ്പം പോയതെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് MP പ്രതികരിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സോണിയാഗാന്ധിയുടെ അടുത്ത് എത്തിച്ചവർക്കാണ് ഉത്തരവാദിത്തമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറയുന്നു. സോണിയാഗാന്ധിയുടെ വസതിയിൽ ഇവരെയും വിളിച്ചു കൊണ്ടുപോകാൻ മാത്രം അടൂർ പ്രകാശിനും ആന്റോ ആന്റണിക്കും എന്ത് തരം ബന്ധമാണ് ഇവരുമായിട്ടുള്ളത്? MPമാരായ അടൂർ പ്രകാശിനും ആന്റോ ആന്റണിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സോണിയാഗാന്ധിയുടെ അടുത്തെത്തിക്കാൻ എന്ത് ബന്ധമാണുള്ളതെന്നായിരുന്നു ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചോദ്യം. സ്വർണ്ണക്കൊള്ളക്കേസ് പ്രതികൾക്ക് കോൺഗ്രസ് നേതാക്കളുമായി ബന്ധമുണ്ടെന്ന വാദമാണ് മുഖ്യമന്ത്രി ഇതിലൂടെ ഉയർത്തിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം സോണിയാഗാന്ധിയെ കണ്ടെന്ന് അടൂർ പ്രകാശ് സമ്മതിച്ചു. എന്നാൽ എന്തിനായിരുന്നു കൂടിക്കാഴ്ചയെന്ന് വ്യക്തമാക്കാനായില്ല. സോണിയാഗാന്ധിയെ കാണുവാൻ വേണ്ടി പോയി എന്നുള്ളത് സത്യാവസ്ഥയാണ്. കാട്ടുകള്ളനാണ് എന്നോടൊപ്പം വന്നത് എന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. അന്വേഷണം അട്ടിമറിക്കാനാണ് മുഖ്യമന്ത്രി ആക്ഷേപം ഉന്നയിച്ചതെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം. എങ്കിലും സോണിയാഗാന്ധിയുടെ അടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിച്ചവർക്ക് ഉത്തരവാദിത്തമുണ്ടെന്ന് രമേശ് ചെന്നിത്തല. ഈ ഫ്രോഡുകളെ സോണിയാഗാന്ധിയുടെ വസതിയിൽ എത്തിച്ചത് അതൊക്കെ നമ്മൾ നോക്കേണ്ട കാര്യം തന്നെയാണ്. കൊണ്ടുവന്നവർക്ക് ഉത്തരവാദിത്തമുണ്ട് സ്വാഭാവികമായിട്ടും. സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതികളും സോണിയാഗാന്ധിയും ഒന്നിച്ചുള്ള ചിത്രം പ്രചാരണ വിഷയമാക്കാനാണ് CPM നീക്കം. ആരുടെ നേതൃത്വത്തിലാണ് ആ കൂടിക്കാഴ്ച നടന്നത്? എന്തായിരുന്നു കൂടിക്കാഴ്ചയുടെ ഉള്ളടക്കം? അത് UDF കൺവീനർക്ക് വ്യക്തമാക്കേണ്ട ബാധ്യതയാണ്. കാരണം അദ്ദേഹം കൂടി ചേർന്നിട്ടാണ് ഈ ചർച്ചകൾ സംഘടിപ്പിച്ചത്. 24 തിരുവനന്തപുരം. മറ്റൊരു അടിയന്തര കാര്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. കാസർഗോഡ് നീലേശ്വരം കുടുംബാരോഗ്യ കേന്ദ്രം ക്രിസ്മസ് ദിനത്തിൽ അടച്ചിട്ടതായി പരാതി ഉയരുന്നു. ഇന്ന് അവധിയെന്ന് ആശുപത്രിയിൽ ബോർഡും വെച്ചു. ഡോക്ടർ എത്തിയിട്ടും ആശുപത്രി ജീവനക്കാർ തുറക്കാൻ കഴിഞ്ഞില്ല. ജീവനക്കാരെത്തിയില്ല എന്നതായിരുന്നു കാരണം. നാട്ടുകാരുടെ ആരോപണം ഇങ്ങനെയാണ്. നമുക്ക് ആദ്യം പ്രതികരണം കാണാം. ഞാൻ ഇന്ന് രാവിലെ വൈഫിന് ഇന്നലെ ഫോൺ ചെയ്തിട്ടൊന്ന് ഞാൻ വടകരയിൽ നിന്ന് മത്സ്യത്തൊഴിലാളിയാണ്. ഞാൻ താമസിക്കുന്നത് ഇവിടെ. അപ്പോൾ അവൾക്ക് പ്രഷർ ഓവറായിട്ട് ഡോക്ടർ MD കൊണ്ട് കാണിക്കണം, മംഗലാപുരത്ത് കൊണ്ട് കാണിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഇന്ന് വന്നാണ്. അപ്പോൾ ഒന്നും കൂടി പ്രഷർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. കാണിച്ചത് ഇവിടുത്തെ ഡോക്ടർക്കാണ്. അപ്പോൾ വന്ന് നോക്കുമ്പോൾ ഇവിടെ അടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ സംഭവം എങ്ങനെയാണെന്ന് പറയും. ക്രിസ്മസ് ആയിട്ട് അതിൻ്റെ നമ്മൾ മത്സ്യത്തൊഴിലാളി നമ്മളിവിടെ അല്ലാതെ വേറെ ഇവിടെ ആശ്രയിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ മംഗലാപുരം പോകാൻ വേണ്ടിയിട്ട് പോലും നമുക്ക് ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്തിട്ട് എന്താ ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഇങ്ങനത്തെ അവസ്ഥകളാണ് ഇവിടെ ഉള്ളത്. അരുൺ പാറക്കൽ കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. പറയൂ.
ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കാസർഗോഡ് നീലേശ്വരം തൈക്കടപ്പുറം കുടുംബാരോഗ്യ കേന്ദ്രമാണ്. മത്സ്യത്തൊഴിലാളികൾ ഒരുപാട് ആശ്രയിക്കുന്ന ഒരു ആരോഗ്യ കേന്ദ്രമാണ്. ഇവിടെയാണ് ഇന്നിപ്പോൾ രാവിലെ ഈ രോഗികളൊക്കെ എത്തിയ സമയത്ത് കുടുംബാരോഗ്യ കേന്ദ്രം അടച്ചിട്ട നിലയിൽ കണ്ടത്. പക്ഷേ ഡോക്ടർ അവധിയായിരുന്നില്ല. ഡോക്ടർ ആശുപത്രിയിലേക്ക് എത്തിയ സമയത്ത് വാതിലൊക്കെ അടച്ച് പുറത്തെ ഗ്രില്ലും ഗേറ്റുമൊക്കെ അടച്ച നിലയിലായിരുന്നു. അങ്ങനെ ഡോക്ടർ ഈ ജീവനക്കാരെ വിളിക്കുന്നു. ജീവനക്കാരാണ് ഇന്ന് അവധിയാണെന്ന കാര്യം ഡോക്ടറെ അറിയിക്കുന്നത്. തുടർന്ന് കുറെ നേരം അവിടെ ചെലവഴിച്ച ശേഷം ഡോക്ടർ തിരിച്ചു പോവുകയായിരുന്നു. ജീവനക്കാരും തന്നെ എത്താൻ തയ്യാറായില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. തുടർന്ന് നാട്ടുകാർ DMOയെ ബന്ധപ്പെട്ടു, ജില്ലാ മെഡിക്കൽ ഓഫീസറെ ബന്ധപ്പെട്ടു. ജില്ലാ മെഡിക്കൽ ഓഫീസറും ഈ അവധി സംബന്ധിച്ച വിവരങ്ങൾ അറിഞ്ഞിരുന്നില്ല. ജില്ലാ മെഡിക്കൽ ഓഫീസർ കാര്യങ്ങൾ അന്വേഷിച്ചതോടുകൂടിയാണ് ജീവനക്കാർ ഈ ആശുപത്രിയിലേക്ക് എത്താൻ നിർബന്ധിതമായത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പരാതി ഈ ജീവനക്കാർക്കെതിരെ, ആശുപത്രി ജീവനക്കാർക്കെതിരെ ഉയർന്നു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലും സമാനമായ രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. SKN. താങ്ക് യു. ഇപ്പോൾ ഒരു കാര്യം തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. തിരുവനന്തപുരം നഗരസഭയിൽ വികസനോന്മുഖ നിലപാടിന് പിന്തുണ നൽകുമെന്ന് പാറ്റൂർ രാധാകൃഷ്ണൻ അറിയിച്ചു. തിരുവനന്തപുരം മേയർ, ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിൽ VV രാജേഷിനും ആശാനാഥിനും പിന്തുണ നൽകുമെന്ന് കണ്ണമ്മൂല വാർഡിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട രാധാകൃഷ്ണൻ ഇലക്ഷൻ കമ്മിറ്റിക്ക് വേണ്ടി ചെയർപേഴ്സൺ ആശ PR-ഉം ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് വിമൽ ജോസും അറിയിച്ചിട്ടുണ്ട്. കണ്ണമ്മൂല വാർഡിൻ്റെ ഗ്രീൻ ഫ്ലോ കണ്ണമ്മൂല എന്ന വികസന പത്രിക 3 മുന്നണി സംവിധാനങ്ങൾക്കും നൽകിയിരുന്നു. എന്നാൽ ഇതൊന്നും നടപ്പിലായില്ല. എന്തായാലും ഇതൊക്കെ നടപ്പിലാക്കും എന്ന ഉറപ്പിൽ കണ്ണമ്മൂല വാർഡിൽ നിന്ന് മത്സരിച്ച രാധാകൃഷ്ണൻ BJPക്ക് പിന്തുണ നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതോടെ VV രാജേഷ് കോർപ്പറേഷൻ്റെ ചെയർമാനാകും എന്നുള്ള കാര്യം ഉറപ്പായി. തിരുവനന്തപുരം നഗരസഭയിൽ രാധാകൃഷ്ണൻ ആരെ പിന്തുണയ്ക്കും, പാറ്റൂർ രാധാകൃഷ്ണൻ ആരെ പിന്തുണയ്ക്കും, പത്രപ്രവർത്തക പാരമ്പര്യമുള്ള രാധാകൃഷ്ണൻ്റെ പിന്തുണ ആർക്ക് കിട്ടുമെന്നുള്ള സംശയം ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ അസന്നിഗ്ധമായി തീരുമാനം വന്നിരിക്കുന്നു. രാധാകൃഷ്ണൻ്റെ പിൻവലം BJPക്കും VV രാജേഷിനും ഡെപ്യൂട്ടി മേയർക്കും ലഭിക്കും എന്നാണ് വിവരം. പാറ്റൂർ രാധാകൃഷ്ണൻ BJP ക്യാമ്പിൽ എത്തിയില്ലെങ്കിലും പിന്തുണ ക്യാമ്പിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള വിവരം. ക്രിസ്മസ് ആഘോഷിച്ച ലോകം. ദേവാലയങ്ങളിൽ കുർബാനകളിൽ പങ്കെടുത്ത വിശ്വാസികൾ. വിവിധ പള്ളികളിൽ സഭാ മേലധ്യക്ഷന്മാർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. കേരളത്തിലും വടക്കേ ഇന്ത്യയിലും ക്രിസ്മസ് സമയത്ത് നടന്ന അതിക്രമങ്ങളെ സഭാ നേതൃത്വം അപലപിച്ചു. ദേവാലയങ്ങളിൽ പാതിരാ കുർബാനയും പ്രത്യേക ശുശ്രൂഷകളും നടന്നു. വിവിധ ദേവാലയങ്ങളിൽ തിരുപ്പിറവി സന്ദേശങ്ങൾ വായിച്ചു. തിരുവനന്തപുരം പട്ടം സെയിന്റ് മേരീസ് കത്തീഡ്രലിൽ ബസേലിയോസ് മാർ ക്ലിമ്മിസ് കാതോലിക്ക ബാവ നേതൃത്വം നൽകി. സിറോ മലബാർ സഭാസ്ഥാനമായ മൗണ്ട് സെയിന്റ് തോമസിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് മാർ റാഫേൽ തട്ടിൽ നേതൃത്വം നൽകി. ഈ പ്രതിസന്ധികളുടെ നടുവിൽ നമ്മൾ നിരാശപ്പെടാതെ പ്രത്യാശയോടുകൂടെ തീർത്ഥാടനം ചെയ്യണമെന്നാണ് പരിശുദ്ധ പിതാവ് നമ്മെ ബോധ്യപ്പെടുത്തിയതും നമ്മെ ആഹ്വാനം ചെയ്തതും. കൊല്ലം ഇടമൺ സെയിന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ ബസേലിയസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക ബാവ ജനന പെരുന്നാൾ ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന മതസ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിലുള്ളതായ ഈ വിധ്വംസ പ്രവർത്തനങ്ങൾ അന്ധകാരത്തിൻ്റെതാണ്. ആ അന്ധകാര ശക്തികളെ നിയന്ത്രിക്കാൻ ഭാരതത്തിലെ ഭരണകൂടത്തിന് സാധിക്കണം. സംസ്ഥാനത്ത് വിവിധ പള്ളികളിൽ നടന്ന തിരുപ്പിറവി ശുശ്രൂഷകളിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് 24. അലി അക്ബർ ഒരു സംശയം ഉന്നയിച്ചിരിക്കുകയാണ്. മലയാളം അറിയാത്ത മലയാളിയുടെ മക്കളെ മലയാളി എന്ന് വിളിക്കുന്നത് എന്തിനാണ്? നമുക്ക് അങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ നാണം കെടുത്താൻ പറ്റില്ല. കാര്യം നമ്മൾ അറിയേണ്ട ഒരു കാര്യം, അമേരിക്കയിലും UK യിലും അങ്ങനെയുള്ള വിദേശ നാടുകളിൽ താമസിക്കുന്ന സെക്കൻഡ് ജനറേഷന് കുറച്ച് നമ്മുടെ ആൾക്കാരെ അറിയില്ലെങ്കിലും, ഇപ്പം മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ പറഞ്ഞ ഒരു കാലത്ത് അവർക്ക് അറിയില്ല. എന്നാൽ മൂന്നാമത്തെ ജനറേഷന് നല്ലതുപോലെ മലയാളം അല്ലെങ്കിൽ കേരളത്തിലെ ആൾക്കാരെയൊക്കെ അറിയാം.
അപ്പോൾ അതേസമയം അവർക്ക് മലയാളം സംസാരിക്കാൻ പലർക്കും വശമില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ കേരളം അവർക്ക് ഇഷ്ടമാണ്. ഈ പച്ചപ്പുള്ള മണ്ണിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വരികയും ചെയ്യും. അപ്പോൾ അവരെ കുറേശ്ശെ മലയാളം പഠിപ്പിക്കാൻ രക്ഷകർത്താക്കൾ തയ്യാറാകണം. അതേസമയം അവർ മലയാളം അറിയില്ല എന്നതിൻ്റെ പേരിൽ അവർ മലയാളികളല്ല എന്ന് നമ്മൾ പറയാൻ പാടില്ല എന്നാണ് അലി അക്ബറെ എനിക്ക് തോന്നുന്നത്. ഞാൻ അവരോടൊക്കെ അമേരിക്കയിലൊക്കെ പോകുമ്പോൾ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം അതാണ്. നിസാം കൊല്ലം പറയുന്നു, നിസാമിൻ്റെ ഈ തമാശ ഞാൻ എൻജോയ് ചെയ്യാണ്. SK സൂക്ഷിച്ചു, ചിലപ്പോൾ ഏതെങ്കിലും പുരാവസ്തുവാണെന്ന് പറഞ്ഞ് താങ്കളെയും ആരെങ്കിലും പൊക്കിക്കൊണ്ടു പോകും എന്നാണ് പറയുന്നത്. പണ്ട് മുകേഷ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പം കലാഭവൻ മണി ഒരു ചേറിലിറങ്ങിയെന്ന് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ സമയത്ത് മുകേഷ് പറഞ്ഞെന്നാണ് പറയുന്നത്, നിന്നെക്കുറിച്ച് മണ്ണൂടൊക്കെ വാരി വെച്ച് പൊത്തിക്കഴിഞ്ഞാൽ മോഹൻലാൽ ഇതുവഴി എങ്ങനെ വരുവാണെന്ന് പുരാവസ്തുവാണെന്ന് വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് വരൂ എന്ന് അദ്ദേഹം ഒരുപാട് പുരാവസ്തു സാധനങ്ങളൊക്കെ വിലയ്ക്ക് വാങ്ങുന്ന കാലത്ത് മുകേഷ് പറഞ്ഞ തമാശയാണ് എനിക്ക് ഓർമ്മ വന്നത്. എന്തായാലും ഞാൻ സൂക്ഷിച്ചോളാം നിസാം. ഓക്കെ, നമുക്കിനി അടുത്തൊരു വാർത്തയിലേക്ക് പോകണം. ഇപ്പോൾ മാണി സി കാപ്പൻ MLA മാധ്യമങ്ങളെ കാണുന്നു. എൻ്റെ തത്സമയം 14 പേരുടെ പിന്തുണയോടെ 10 പേരുടെ UDF കിട്ടുന്നില്ലേ? കേൾക്കുന്നുണ്ടോ? പാലാ മുനിസിപ്പാലിറ്റിയിൽ UDF അധികാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നാളെ ചെയർമാൻ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ UDFനോടൊപ്പം ഉണ്ടായിരുന്ന 10 പേരും സ്വതന്ത്ര മുന്നണി ആയി വന്ന ബിനു പുളിക്കണ്ടം, ദിയ പുളിക്കണ്ടം, ബിജു പുളിക്കണ്ടം, ഇവർ 3 പേരും മായ രാഹുലും ഇതോടൊപ്പം ചേർന്ന് ഒരു മുന്നണി രൂപീകരിച്ച് UDF എന്ന നിലയിൽ നാളെ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. ചെയർപേഴ്സണായി ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ദിയ ബിനു പുളിക്കണ്ടത്തിനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞോട്ടെ, ആദ്യം ചെയർമാൻ ഷാൾ ഇടുന്നതിന് കുഴപ്പമില്ല. വൈസ് ചെയർപേഴ്സണായി മായ രാഹുലിനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇതാണ് പാർട്ടിയുടെ തീരുമാനം, UDFന്റെ തീരുമാനം. കോൺഗ്രസിന്റെ അംഗങ്ങളുടെ യുനാനിമസ് ആയിട്ടുള്ള തീരുമാനമാണ്. കോൺഗ്രസ് അംഗങ്ങൾക്ക് ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? എല്ലാവരുടെയും ഒത്തൊരുമിച്ചുള്ള തീരുമാനം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പരിപൂർണ പിന്തുണയുണ്ട്. UDFന് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കേരള കോൺഗ്രസും KDPയും ഈ പറഞ്ഞ 4 കൗൺസിലർമാരും കൂടി ചേർന്ന് 14 അംഗ കൗൺസിലർമാരാണ് നാളെ മത്സരിക്കുന്നത്. ഐക്യ ജനാധിപത്യ മുന്നണി നാളെ പാലായിൽ ഭരണം ഏറ്റെടുക്കും. ഇതൊരു വലിയ ക്രിസ്മസ് നവവത്സര സമ്മാനമായി പാലാക്കാർക്ക് ഐക്യ ജനാധിപത്യ മുന്നണി നൽകും. എല്ലാവരോടും നന്ദി. പാലായിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന UDF അധികാരത്തിൽ വരാനാണ്. അത് ജനങ്ങളുടെ ഇഷ്ടം നടപ്പാക്കുക എന്നുള്ളതാണ് UDF നേതൃത്വത്തിന്റെ ആഗ്രഹം. അതിനുവേണ്ടി ശ്രമിച്ച എല്ലാ നേതാക്കന്മാരുണ്ട്. നമ്മുടെ MP ഫ്രാൻസിസ് ജോർജ് ഉണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട MLA ശ്രീ മാണി സി കാപ്പനുണ്ട്, നമ്മുടെ ജില്ലയിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാരുണ്ട്, DC പ്രസിഡന്റുണ്ട്, ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ജോസഫ് ആഴിക്കനും KC ജോസഫ് അടക്കമുള്ള MLAമാരുണ്ട്, പ്രിയപ്പെട്ട ജാൻസ് കുന്നപ്പള്ളി അടക്കം നേതാക്കന്മാരുണ്ട്, കേരള ശ്രീ കുര്യാക്കോസ് പടവനുണ്ട്, മറ്റ് നേതാക്കന്മാർ എല്ലാവരും സഹകരിച്ചാണ് ഈ തീരുമാനമെടുത്തത്. ബാക്കി കണ്ടീഷൻസ് എല്ലാം ഐക്യ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിട്ടുണ്ട്. നാളത്തെ കാര്യം ഇവിടെ MLAയും MPയും അനൗൺസ് ചെയ്തു. ചെയർപേഴ്സൺ പ്രിയങ്കരിയായ ദിയ ബിനുവും വൈസ് ചെയർപേഴ്സൺ പ്രിയങ്കരിയായ മായ രാഹുലും ആയിരിക്കും. നിങ്ങളുടെ എല്ലാ പിന്തുണയും ഈ ഭരണസമിതിക്ക് ഉണ്ടാകണം, UDFനുണ്ടാകണം. കുടുംബത്തിൽ നടന്ന ചർച്ചകൾക്കൊടുവിലാണ് ഇങ്ങനെ തീരുമാനം വന്നിരിക്കുന്നത്. ദിയ പുളിക്കണ്ടം 21 വയസ്സുള്ള പെൺകുട്ടിയായിരിക്കും പാലാ നഗരസഭയുടെ ചെയർപേഴ്സൺ. അപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മുനിസിപ്പൽ ചെയർപേഴ്സൺ ആയിരിക്കും ദിയ പുളിക്കണ്ടം. കൺഗ്രാജുലേഷൻ. പാലാ നഗരസഭയിലെ നിയുക്ത ചെയർപേഴ്സൺ, നാളെ ചെയർപേഴ്സൺ ആകാൻ പോകുന്ന ദിയ പുളിക്കണ്ടം ഇപ്പോൾ സംസാരിക്കുകയാണ്. പുളിക്കണ്ടത്തെ വീട്ടിൽ നടന്ന UDF ചർച്ചയ്ക്ക് ശേഷമാണ് UDF ഈ പുളിക്കണ്ടം ഫാമിലി UDFനെ സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചതും. ദിയ 21 വയസ്സ് മാത്രം പ്രായമുള്ള ലോകത്തിലെ തന്നെ ആദ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭ അധ്യക്ഷയായി വരാൻ പോകുന്നു. ദിയ സംസാരിക്കുന്നു. ഒത്തിരി സന്തോഷം. ഇപ്പം UDF ഞങ്ങൾക്ക് പിന്തുണ തന്നു, ഞങ്ങൾ UDFന് പിന്തുണ കൊടുത്തു. അതുകൊണ്ട് തന്നെ ഒരു 21 വയസ്സിൽ, പ്രായം ഒരു നമ്പർ മാത്രമാണ്, എന്നാലും 21 വയസ്സിൽ ഇന്ത്യയിലെ യങ്ങസ്റ്റ് ആയിട്ടുള്ള ചെയർമാനായിട്ട് എനിക്ക്
അവസരം ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ്. അതെൻ്റെ പരമാവധി കഴിവിന് ഞാനത് പ്രയോഗിക്കപ്പെടുത്തി അത് നാടിൻ്റെ നന്മയ്ക്ക്, പാലായുടെ വികസനത്തിനും പാലായിലെ നാട്ടുകാർക്കും വേണ്ടി അത് വിനിയോഗിക്കുമെന്ന് ഞാനിവിടെ ഉറപ്പായിരുന്നു. സ്വതന്ത്രർക്ക് പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി നിങ്ങൾക്ക് വിപ്പ് ബാധകമല്ല. അപ്പൊ നിങ്ങൾക്ക് മറ്റു അവസരങ്ങളും ഉണ്ട്. LDF എന്ന് പറഞ്ഞൊരു തുറന്ന വാതിൽ കിടപ്പുണ്ട്. അപ്പം സ്ഥിരമായ നിലപാടാണോ? 5 വർഷത്തേക്കുള്ള സ്ഥിര നിലപാടാണോ? അല്ല, ഒരു നിലപാട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് മാറുന്നില്ലല്ലോ. നമ്മൾ UDF-നോട് ഇപ്പം ചേർന്ന് ഒരു ബാക്കപ്പ് സപ്പോർട്ട് കൊടുക്കുവാണെങ്കിൽ പിന്നെ അതിൽ നിന്ന് മാറേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. ചില ഡിമാൻഡുകൾ മുന്നോട്ട് വെച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പ്രത്യേകിച്ച് നിങ്ങൾ തോൽപ്പിച്ച സ്ഥാനാർത്ഥിയുടെ കോൺഗ്രസിലെ സ്ഥാനാർത്ഥി പോസ്റ്റ് അടക്കം മാറ്റണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചു. അത്തരം ആവശ്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഈ തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നത്. ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞു എന്നുള്ളത് വളരെ തെറ്റായിട്ടുള്ള ഒരു ന്യൂസാണ്. അങ്ങനെ ഒരു സംഭവം പോലും നടന്നിട്ടില്ല. പാറ്റൂർ രാധാകൃഷ്ണൻ തിരുവനന്തപുരം കോർപ്പറേഷനിൽ പിൻബലം കൊടുക്കാൻ തീരുമാനിച്ച വി രാജേഷ് പാറ്റൂർ രാധാകൃഷ്ണൻ 400 പേർ പങ്കെടുത്ത ജനസഭ കഴിഞ്ഞ ദിവസം ചേർന്നു 23-ാം തീയതി. അപ്പോൾ അതിന് മുമ്പ് ഒരു വലിയ കൺവെൻഷൻ ചേർന്നു. അപ്പോൾ ഈ 101 വാർഡുകൾ എടുത്താൽ തിരുവനന്തപുരം നഗരസഭയിലെ 101 വാർഡുകളിൽ ജനസഭ ഇങ്ങനൊരു മീറ്റിംഗ് ഇലക്ഷന് ശേഷം ചേർന്ന ഏക വാർഡ് കണ്ണമൂലയാണ്. അപ്പോൾ ഒരുപാട് പേരുമായി ചർച്ച ചെയ്ത് സംസാരിച്ച് തലസ്ഥാനത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന പ്രവർത്തനങ്ങൾ വേണം, കണ്ണമൂല വാർഡിന്റെ സമഗ്രമായ വികസനം. ഞാൻ ഈ 3 മുന്നണി സംവിധാനങ്ങളോടും ഈ തയ്യാറാക്കിയ വികസന പത്രിക ഗ്രീൻ ഫ്ലോ കണ്ണമൂല അതുമായി ചെന്ന് കണ്ട കാര്യവും നിങ്ങളെല്ലാവരെയും അറിയിച്ചു. ഇപ്പോൾ ഈ ഒരു BJP തെരഞ്ഞെടുക്കാനുള്ള കാരണമായി മാറിയത്. പക്ഷെ നേരത്തെ തൃശ്ശൂരിലടക്കം BJP അധികാരത്തിലെത്തിയിട്ട് എവിടെ ഒരു ലോക്സഭാ സീറ്റ് ലഭിച്ചിട്ടും അവിടെ പറഞ്ഞ വികസന പദ്ധതികളൊന്നും നടപ്പിലാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ അങ്ങനെ വികസനം നടപ്പിലാകും എന്ന് തന്നെയാണോ അങ്ങ് വിശ്വസിക്കുന്നത്? അല്ല, തിരുവനന്തപുരത്ത് ഏതാണ്ട് 50 സീറ്റ് വന്നൊരു സംവിധാനം ഇങ്ങനെ നിൽക്കുമ്പോൾ അവരോട് മുഖം തിരിഞ്ഞ് പുറംതിരിഞ്ഞ് 5 കൊല്ലം നിന്നാൽ പിന്നെ എന്താണ് ഞാൻ എൻ്റെ വാർഡിനെ ആരെ വെച്ചിട്ടാണ് ചെയ്യുക? ആരെയാണ് വിശ്വസിക്കുക? അപ്പോൾ ഇതല്ലേ? അപ്പോൾ വേറെ പാലക്കാടെന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തൊന്നോ ഉദാഹരണമായി എടുത്ത് പഠിക്കേണ്ട കാര്യമൊന്നും എന്നെ സംബന്ധിച്ച് ഇക്കാര്യത്തിലില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ 3 മുന്നണി സംവിധാനത്തിന് ലീഡർഷിപ്പിന് ഞാൻ ഈ കാര്യങ്ങൾ ഗ്രീൻ ഫ്ലോ കണ്ണമൂല എന്നുള്ള വികസന പത്രിക കൊണ്ടുകൊടുത്തപ്പോൾ കഴിഞ്ഞ ദിവസം NDAയുടെ ചെയർമാൻ മുൻ കേന്ദ്രമന്ത്രി ശ്രീ രാജീവ് ചന്ദ്രശേഖർ എന്നെ അടുത്തിരുത്തി ഇത് വായിക്കുകയും ഇതിന് ഞങ്ങൾ പരിപൂർണ പിന്തുണ നൽകുമെന്ന് പറഞ്ഞത് മാത്രമല്ല, ഞാൻ പറഞ്ഞു അത് പരസ്യമായി പറയാമെന്ന് ചോദിച്ചപ്പോൾ പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തതാണ്, രഹസ്യമായിട്ടൊന്നുമല്ല. അതുകൊണ്ട് സാധാരണ നടക്കുന്നത് പോലെ ഏതെങ്കിലും ഒരാൾ ജയിച്ചു വന്നാൽ മുന്നണിക്ക് മുദ്രപത്രത്തിൽ എഴുതി ഒപ്പിട്ട് പിന്തുണ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ആർക്കും എഴുതി ഒപ്പിട്ടൊന്നും കൊടുത്തിട്ടില്ല. ഈ മേയർ ഡെപ്യൂട്ടി മേയർ കഴിഞ്ഞാൽ മറ്റു കാര്യങ്ങളിലെല്ലാം ഒരു ജനപക്ഷ നിലപാടായിരിക്കും എൻ്റെ. പൂർണ്ണമായി എല്ലാത്തിനും ആരെങ്കിലും പിന്തുണയ്ക്കാമെന്നൊന്നും ഞാനൊരു ഉറപ്പും കൊടുത്തിട്ടില്ല. നിലവിൽ അങ്ങയുടെ ഒരു പിന്തുണ അത് NDA സംബന്ധിച്ച് ഏറ്റവും അഭിവാജ്യമാണ്. എന്താണ് അവരെന്തെങ്കിലും ഓഫറായിട്ട് പറഞ്ഞത്? സ്റ്റാൻഡിംഗ് കമ്മിറ്റി അടക്കമുള്ള കാര്യങ്ങൾക്ക് താങ്കൾ എൻ്റെ ഒരു പൊസിഷനിങ്ങും ഒരു പ്രശ്നമല്ല എന്നാണ് ആദ്യമേ ഞാൻ പറഞ്ഞത്. എൻ്റെ പൊസിഷനിങ് ഉദ്ദേശിച്ചൊക്കെ ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാം, അതൊന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം മുതൽ പറയുന്നത് ഈ വാർഡിൻ്റെ ഡെവലപ്മെൻറ്റ് സംബന്ധിച്ചാണ്. അതിന് വേറെ ഏതെങ്കിലും സംവിധാനമാണ് ഉറപ്പ് വന്നെങ്കിൽ ഞാൻ അവരോടൊപ്പം പോയി. അങ്ങനെ ആരും ഉറപ്പ് വരാത്ത സാഹചര്യത്തിൽ ഇത് മാത്രമേ കരണീയമായിട്ടുള്ളൂ. ഈ പാറ്റൂർ രാധാകൃഷ്ണൻ കണ്ണമൂല വാർഡിൽ നിന്ന് ജയിച്ച ഈ പാറ്റൂർ രാധാകൃഷ്ണനാണ് ഇപ്പോൾ BJP അധികാരത്തിലെത്തിക്കുന്നത്. അദ്ദേഹം 50 പേരുടെ ഭൂരിപക്ഷമാണ് BJPക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ ഉള്ളത്. 100 അംഗ 51 പേര് ഉണ്ടെങ്കിലേ കേവല ഭൂരിപക്ഷം ലഭിക്കൂ. അങ്ങനെയാണ് വി രാജേഷിന് അധികാരത്തിലെത്താൻ സഹായിച്ചത്. എന്നാൽ കണ്ണമൂലയുടെ വികസന പദ്ധതി NDA അംഗീകരിച്ചത് കൊണ്ടാണ് താൻ ഈ വഴിക്ക് യാത്ര ചെയ്യുന്നത്. എന്നാൽ ഇത് വിഷയാധിഷ്ഠിതമാണ് എന്ന് പാറ്റൂർ രാധാകൃഷ്ണൻ പറഞ്ഞു വയ്ക്കുന്നു. എല്ലാ വിഷയങ്ങൾക്കും പൂർണ്ണമായി പിന്തുണ നൽകുന്ന ഒരു BJP പ്രവർത്തകനെ പോലെ ആയിരിക്കില്ല അദ്ദേഹത്തിൻ്റെ പിന്തുണ എന്ന രീതിയിലാണ് രാധാകൃഷ്ണൻ 24-ഉമായിട്ട് നടത്തിയ ഈ എക്സ്ക്ലൂസീവ് അഭിമുഖത്തിൽ പറഞ്ഞത്. ഇനി ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ഉൾപ്പെടുത്തി ന്യൂസ് എക്സ്പ്രസ് ആരംഭിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ വി രാജേഷ് BJP മേയർ സ്ഥാനാർത്ഥി. ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് GS ആശാനാഥ് മത്സരിക്കും. തീരുമാനം കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. BJPക്ക് പിന്തുണ പ്രഖ്യാപിച്ച സ്വതന്ത്ര കൗൺസിലർ പാറ്റൂർ രാധാകൃഷ്ണൻ. തിരുവനന്തപുരം നഗരസഭയിൽ അഡ്വക്കേറ്റ് PL ബാബു BJPയുടെ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥി. പാലക്കാട് നഗരസഭയിലെ ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ സ്ഥാനാർത്ഥികളെ നാളെ പ്രഖ്യാപിക്കുമെന്ന് BJP പാലക്കാട് ജില്ലാ ഘടകം. നാളെ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ പത്തനംതിട്ട അടൂർ നഗരസഭയിലെ കോൺഗ്രസിൽ പൊട്ടിത്തെറി. പദവി വീതം വയ്ക്കണമെന്ന നേതൃത്വത്തിന്റെ നിർദ്ദേശം തള്ളി ചെയർപേഴ്സൺ സ്ഥാനാർത്ഥി റീന സാമുവൽ. 5ാമത്തെ ടൈമിലാണ് ഇപ്പം മത്സരിച്ച് ജയിച്ചു വരുന്നത്. യാതൊരു സീനിയോറിറ്റിക്ക് പരിഗണന കൊടുക്കാതെയും
ഇതുവരെ ജയിച്ച കൗൺസിലർമാരെ വിളിച്ചിട്ട് ഇന്നതാണ് തീരുമാനം, ആരാണ് ചെയർപേഴ്സൺ എന്ന് ഈ സമയം വരെ നമ്മളെ ഒട്ട് അറിയിപ്പിച്ചിട്ടുമില്ല. അങ്ങനെ വീതം വെപ്പ് അങ്ങനെ നടക്കാൻ പറ്റുന്നതല്ല. സീനിയോറിറ്റി മാനദണ്ഡമാക്കണം. ഡോക്ടർ നിജി ജസ്റ്റിൻ തൃശൂർ മേയർ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയാകും. ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ പ്രതിപക്ഷത്തുള്ള സമാന ചിന്താഗതിക്കാരുമായി ഞങ്ങൾ അതിനെതിരായി ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കും. പ്രതിപക്ഷം എന്നുള്ള നിലയിൽ എല്ലാവരും ഒരുമിച്ച് അക്കാര്യത്തിൽ നിൽക്കും. പക്ഷേ ഭരണം അട്ടിമറിക്കാൻ ഞങ്ങളില്ല. തിരുവനന്തപുരം കോർപ്പറേഷനിൽ യോജിക്കേണ്ട വിഷയങ്ങളിൽ LDFുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് K മുരളീധരൻ 24-നോട്. ഞങ്ങളിപ്പോ എന്തായാലും ഈ കോർപ്പറേഷനിൽ യോജിക്കാൻ വേണ്ടി പോകുന്നില്ല. കാരണം കഴിഞ്ഞ 5 വർഷക്കാലമായി BJPയോടൊപ്പം നിന്നുകൊണ്ടാണല്ലോ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തെ അവർ പല തടസ്സങ്ങളും സൃഷ്ടിച്ചിട്ടുള്ളത്. UDFുമായി സഹകരിക്കില്ലെന്ന് മന്ത്രി V ശിവൻകുട്ടിയുടെ മറുപടി. പാലാ നഗരസഭയിൽ LDFിനെ കൈവിട്ട പുളിക്കകണ്ടം കൗൺസിലേഴ്സ്. UDFിനെ പിന്തുണയ്ക്കാൻ തീരുമാനമായി. 21 വയസ്സുകാരി ദിയ പുളിക്കകണ്ടം ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയാകും. പ്രായം ഒരു നമ്പർ മാത്രമാണ്. എന്നാൽ 21 വയസ്സിൽ ഇന്ത്യയിലെ യങ്ങസ്റ്റ് ആയിട്ടുള്ള ചെയർമാനായിട്ട് എനിക്ക് അവസരം ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ്. അതെൻ്റെ പരമാവധി കഴിവിന് ഞാനത് പ്രയോഗിക്കപ്പെടുത്തി അത് നാടിൻ്റെ നന്മയ്ക്ക്, പാലായുടെ വികസനത്തിനും പാലായിലെ നാട്ടുകാർക്കും വേണ്ടി അത് വിനിയോഗിക്കുമെന്ന് ഞാനിവിടെ ഉറപ്പായിരുന്നു. ഷൊർണൂർ നഗരസഭയിൽ പാർട്ടി അംഗത്തെ തോൽപ്പിച്ച വിമതയെ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയാക്കി CPM. P നിർമ്മലയെ സ്ഥാനാർത്ഥിയാക്കിയത് LDFിന് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കാതെ വന്നതോടെ. MR കൃഷ്ണകുമാരി പന്തളം നഗരസഭയിലെ LDF ചെയർപേഴ്സൺ സ്ഥാനാർത്ഥി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ചെന്നൈയിലെ വിവാദ വ്യവസായി D മണിയുടെ മൊഴിയെടുത്തു. മണി എന്ന പേരിൽ അറിയപ്പെടുന്ന ഡിണ്ടിഗൽ സ്വദേശി ബാലമുരുകൻ എന്ന SIT ജയിലിലെത്തി. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്ത് പ്രത്യേക അന്വേഷണ സംഘം. അന്താരാഷ്ട്ര പുരാവസ്തു കടത്തൽ സംഘം കേരളത്തിലെ ക്ഷേത്രങ്ങൾ ലക്ഷ്യം വെച്ചെന്ന SITക്ക് പ്രവാസി വ്യവസായിയുടെ മൊഴി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തെ ചൊല്ലി കോൺഗ്രസ് CPM വാക്പോര്. പോറ്റിയെ സോണിയാഗാന്ധിക്ക് പരിചയപ്പെടുത്തിയത് താനല്ലെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. അല്ല, അത് അതീവ സുരക്ഷിതത്വം ഉള്ള ആളാണ് സോണിയാഗാന്ധി എന്നുള്ളത് സത്യാവസ്ഥ തന്നെയാണ്. അതിന് അവിടെ എങ്ങനെയാണ് കടന്നുകൂടിയതെന്ന് എനിക്ക് കൃത്യമായി അറിയില്ല. അറിയാത്ത ഒരു കാര്യത്തിന് അല്ലല്ല, സാറിനോടൊപ്പം എന്നോടൊപ്പം എന്ന് മാത്രമല്ല പല ആളുകളോടൊപ്പം അദ്ദേഹം പോയിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ഫോട്ടോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിർമ്മിതിയെന്ന ME ഗോവിന്ദൻ. അടൂർ പ്രകാശം കാണിച്ചത് ആ ഫോട്ടോ ആണ്, സുബ്രഹ്മണ്യം പോസ്റ്റ് ചെയ്ത ഫോട്ടോ ആണ്. അത് തെറ്റായ രീതിയിലുള്ള ഒരു ഫോട്ടോ നിർമ്മിച്ചതാണ്, ഒരു നിർമ്മിത ഫോട്ടോ ആണത്. CM കൂടിക്കാഴ്ച നടത്തിയില്ല, അത് AI സംവിധാനത്തിൻ്റെ ഭാഗമായി ഉണ്ടാക്കിയ ഒരു ഫോട്ടോ ആണ്, അത് പുറത്തു വരുന്നുണ്ട്. UDF കൺവീനർക്ക് ഉത്തരം മുട്ടിയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി. ലക്ഷദ്വീപിലെ അഗത്തി വിമാനത്താവളത്തിൽ മലയാളികൾ ദുരിതത്തിൽ. മുന്നറിയിപ്പില്ലാതെ അലയൻസ് എയർ വിമാനം റദ്ദാക്കിയെന്ന പരാതി. ഞങ്ങളൊരു 70 പേര് ലക്ഷദ്വീപിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അഗത്തി എയർപോർട്ടിലാണ് കുടുങ്ങിക്കിടക്കുന്നത്. ഫൈനൽ കൺഫർമേഷൻ അനുസരിച്ചിട്ട് ഇവിടുത്തെ മാനേജറാണെങ്കിൽ ഒരു അക്ഷരം മിണ്ടുന്നില്ല. നമ്മൾ വെറുതെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരിക്കുക പുള്ളിനെ ഉപദ്രവിക്കാൻ വേണ്ടി. പകരം സംവിധാനം ഒരുക്കിയില്ലെന്ന ആക്ഷേപം. വിമാനത്താവളത്തിൽ പ്രതിഷേധം. അകത്തിൽ കുടുങ്ങിയത് വിനോദസഞ്ചാരത്തിനെത്തിയ 50ഓളം മലയാളികൾ. ഒഡീഷയിൽ മാവോയിസ്റ്റ് വേട്ട. 6 മാവോയിസ്റ്റുകളെ വധിച്ചു. കൊല്ലപ്പെട്ടവരിൽ തലയ്ക്ക് 1 കോടി രൂപ ഇനാം പ്രഖ്യാപിച്ചിരുന്ന CPI മാവോയിസ്റ്റ് കേന്ദ്ര കമ്മിറ്റി അംഗം ഗണേഷ് ഉയിക്കയും. BSF CRPF സംയുക്ത നീക്കം റാംബ വനമേഖലയിൽ. 24 എക്സ്ക്ലൂസീവ്. ഉന്നാവോ പീഡനക്കേസ് പ്രതിയും മുൻ BJP നേതാവുമായ കുൽദീപ് സിംഗ് സെൻഗാറിന്റെ ശിക്ഷ മരവിപ്പിച്ചതിനെതിരെ നിയമ പോരാട്ടത്തിന് അതിജീവിത. സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് 24നോട് പ്രതികരിച്ചു. मैं सबसे गुहार लगा रही हूँ, प्राइम मिनिस्टर से भी गुहार लगा रही हूँ, हमसे मिले और प्रधानमंत्री से भी, मुख्यमंत्री जी से भी, राष्ट्रपति महोदय से, क्योंकि एक महिला है, महिला का दर्द समझती है. एक रेपिस्ट को इतना बड़ा क्रिमिनल पिता को मार दिया, रेप किया, उसको मिल गई जमानत. ये देश का पहला ऑर्डर है. ഡൽഹി ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയ അഭിഭാഷകർ. കുൽദീപ് സിംഗ് സെൻഗാറിന്റെ ശിക്ഷ മരവിപ്പിച്ച ഉത്തരവ് റദ്ദാക്കണമെന്ന് ഹർജിയിൽ ആവശ്യം. കണ്ണൂരിൽ റീൽ ചിത്രീകരിക്കാൻ റെഡ് ലൈറ്റ് അടിച്ച ട്രെയിൻ നിർത്തിച്ച 2 +2 വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തു. 2 പേരെയും അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു.
സംഭവം ഇന്ന് പുലർച്ചെ 1 മണിക്ക് തലശ്ശേരിക്കും മാഹിക്കും ഇടയിലാണ് സംഭവം അരങ്ങേറിയത്. തിരുപ്പിറവിയുടെ സ്മരണ പുതുക്കി ക്രിസ്മസ് ആഘോഷിച്ച ക്രൈസ്തവ വിശ്വാസികൾ ഡൽഹിയിൽ കത്തീഡ്രൽ ചർച്ച് ഓഫ് റിഡംഷനിലെ ആഘോഷങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. ഛത്തീസ്ഗഡിലെ റായ്പൂരിലും ഉത്തർപ്രദേശിലെ ബറേലിയിലും ക്രിസ്മസ് ആഘോഷം അലങ്കോലമാക്കി തീവ്ര ഹൈന്ദവ സംഘടനകൾ. ക്രൈസ്തവർക്കെതിരായ ആക്രമണങ്ങളിൽ ആശങ്കയെന്ന് ഓർത്തഡോക്സ് സഭ. ക്രിക്കറ്റ് ആവേശത്തിൽ തിരുവനന്തപുരം കാര്യവട്ടത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ഇന്ത്യ ശ്രീലങ്ക 2020 പരമ്പരയിലെ 3ാം മത്സരം നാളെ രാത്രി 7 മണിക്ക്. ജയത്തോടെ പരമ്പര സ്വന്തമാക്കാൻ ഹർമൻപ്രീത് കൗറും സംഘവും. തിരുവനന്തപുരം കാട്ടാക്കടയിൽ യുവാവിന് വെടിയേറ്റു. തൂങ്ങാമ്പാറ സ്വദേശി അജിത്തിനാണ് പരിക്ക് പറ്റിയത്. വെടിയേറ്റ അജിത്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ്. എയർ ഗൺ ഉപയോഗിച്ച് വെടിയുതിർത്തത് ബന്ധുവായ സജീവൻ. ആക്രമണത്തിന് കാരണം കുടുംബ വഴക്കെന്ന സൂചന. വയനാട് പുൽപ്പള്ളി ദേവർഗതയിൽ വീണ്ടും കടുവയെ കണ്ടതായി നാട്ടുകാർ. കടുവ സാന്നിധ്യം കന്നാരമ്പുഴയിൽ. നാട്ടുകാർ ഭീതിയിൽ. രണ്ടോ മൂന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ കടുവകളുടെ കാൽപ്പാടുകൾ അളവിൽ കണ്ടതായിട്ട് ഇവിടുന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെ എന്ന് പറയുമ്പോൾ കന്നാരമ്പുഴ പ്രദേശവാസികളെല്ലാം ഒരുപാട് കൃഷിയും കാര്യങ്ങളും, ഇപ്പോൾ വിളവെടുപ്പിൻ്റെ സമയമാണ്. കാപ്പിത്തോട്ടങ്ങളിലും അടയ്ക്കത്തോട്ടങ്ങളിലുമായിട്ട് ഒരുപാട് കർഷകർ പുറത്തിറങ്ങുന്ന സമയമാണ്. ഈ ക്യാമറ മാത്രം സ്ഥാപിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. ഇതിനകത്ത് കൂടുതൽ സ്ഥാപിച്ച് ഈ കടുവേനെ ഇവിടുന്ന് മാറ്റേണ്ട സാഹചര്യം തന്നെയാണ് നമുക്ക് ഇവിടെ നിലവിലുള്ളത്. കടുവയെ കണ്ടത് നേരത്തെ ഒരാളെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ വണ്ടിക്കടവിൽ നിന്ന് 1.5 കിലോമീറ്റർ അകലെ. പാലക്കാട് വാളയാർ ആൾക്കൂട്ട കൊലപാതകത്തിൽ ഒരാൾ കൂടി അറസ്റ്റിലായി. പിടിയിലായത് അട്ടപ്പള്ളം സ്വദേശി ഷാജി. കേസിൽ ഇതുവരെ അറസ്റ്റിലായത് 8 പേർ. പട്ടാമ്പി തൃത്താലയിൽ പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ ഗൃഹനാഥന് ദാരുണാന്ത്യം. മരിച്ചത് കപ്പൂർ സ്വദേശി ചന്ദ്രൻ. ഷോക്കേറ്റത് പുൽപ്പടപ്പിൽ പൊട്ടിവീണ വൈദ്യുത കമ്പിയിൽ നിന്ന്. KSEBക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ. കോഴിക്കോട് താമരശ്ശേരിയിൽ 8 മാസം ഗർഭിണിയായ യുവതിയെ ക്രൂരമായി ആക്രമിച്ച പങ്കാളി അറസ്റ്റിലായി. പിടിയിലായത് കോടഞ്ചേരി സ്വദേശി ഷാഹിദ് റഹ്മാൻ. ദേഹമാസകലം പൊള്ളലേറ്റ യുവതി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ്. ഇടുക്കി വെള്ളത്തൂവലിൽ വീടിന് തീപിടിച്ച ഒരാൾ മരിച്ചു. തീപിടിച്ചത് വെള്ളത്തൂവൽ സ്വദേശി വിക്രമന്റെ വീട്. മൃതദേഹം പൂർണ്ണമായി കത്തിക്കരിഞ്ഞ നിലയിൽ. മരിച്ചത് വീട്ടുടമ വിക്രമന്റെ സഹോദരൻ ശശി എന്നാണ് നിഗമനം. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ്. ആലപ്പുഴയിലെ ചാരുമൂട്ടിൽ കാരൽ സംഘങ്ങൾ ഏറ്റുമുട്ടി. കുട്ടികളും സ്ത്രീകളും അടക്കമുള്ളവർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരിൽ 2.5 വയസ്സുകാരിയും. ഏറ്റുമുട്ടലുണ്ടായത് യുവ ലിബർട്ടി ക്ലബ് അംഗങ്ങൾ തമ്മിൽ. ലിബർട്ടി ക്ലബ് രൂപീകരിച്ചത് യുവ ക്ലബിൽ നിന്ന് പിരിഞ്ഞ DYFI പ്രവർത്തകർ ചേർന്ന്. കർണാടകയിൽ ബസ്സിന് തീപിടിച്ച് 11 പേർ മരിച്ചു. തീപിടുത്തം ബസ് ട്രക്കുമായി കൂട്ടിയിടിച്ചതിന് പിന്നാലെ. അപകടത്തിൽപ്പെട്ടത് ബംഗളൂരുവിൽ നിന്ന് ഗോകർണയിലേക്ക് പോയ ബസ്. ബംഗ്ലാദേശിൽ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ പ്രവാസം അവസാനിപ്പിച്ച നാഷണലിസ്റ്റ് പാർട്ടി നേതാവ് താരിഖ് റഹ്മാൻ തിരിച്ചെത്തി. ധാക്കയിൽ കനത്ത സുരക്ഷ. മുൻ പ്രധാനമന്ത്രി കാലിദാസ് സിയുടെ മകൻ ലക്ഷ്യമിടുന്നത് പ്രധാനമന്ത്രി പദം. ഉസ്മാൻ ഖാദിയുടെ കൊലപാതകത്തിൽ പ്രതികളെ സഹായിച്ച ഒരാൾ അറസ്റ്റിലായി. MTയുടെ 2ാം ഊഴം അപരപാളിയിലേക്ക്. പിതാവിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുമെന്ന് മകൾ അശ്വതി 24നോട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അനൗൺസ് ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് അതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അടക്കം വെച്ചിട്ടായിരിക്കും നമ്മൾ അനൗൺസ് ചെയ്യുക. വലിയ സിനിമയാണ്, വലിയ ടീമാണ്. ഔദ്യോഗിക പ്രഖ്യാപനം അടുത്ത കൊല്ലം. മലയാളത്തിന്റെ അക്ഷര സുഹൃതം MT വാസുദേവൻ നായർ ഓർമ്മയായിട്ട് ഇന്ന് 1 കൊല്ലം. സ്വർണ്ണവില വീണ്ടും സർവ്വകാല റെക്കോർഡിൽ. പവന് 240 രൂപ കൂടി 1,02,120 രൂപയായി. ഗ്രാമിന് 12,765 രൂപ. ഒരു കൊല്ലത്തിനിടെ പവന് കൂടിയത് 46,580 രൂപ. രാജ്യാന്തര വില ഔൺസിന് $4,500 മുകളിൽ തുടരുന്നു. വയനാട് മുത്തങ്ങയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. പഞ്ചസാര ലോഡിനിടയിൽ ഒളിപ്പിച്ച് കടത്തിയത് 4,500 കിലോ പുകയില ഉൽപ്പന്നങ്ങൾ. പാലക്കാട് സ്വദേശി രമേശ് അറസ്റ്റിലായി. ലോറി കസ്റ്റഡിയിലെടുത്ത എക്സൈസ് സംഘം.
കാസർഗോഡ് നീലേശ്വരം കുടുംബാരോഗ്യ കേന്ദ്രം ക്രിസ്മസ് ദിനത്തിൽ അടച്ചിട്ടെന്ന് പരാതി. ഇന്ന് അവധി എന്ന് ആശുപത്രിയിൽ ഒരു ബോർഡും വെച്ചു. ഡോക്ടർ എത്തിയിട്ടും ആശുപത്രി തുറക്കാൻ ജീവനക്കാർ വന്നില്ലെന്ന് നാട്ടുകാർ. അപ്പോൾ ഒന്നുകൂടി പ്രഷർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. കാണിച്ചത് ഇവിടുത്തെ ഡോക്ടർക്കാണ്. അപ്പോൾ വന്ന് നോക്കുമ്പോൾ ഇവിടെ അടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ സംഭവം എങ്ങനെയാണെന്ന് പറയും. ക്രിസ്മസ് ആയിട്ട് അതിൻ്റെ മത്സ്യത്തൊഴിൽ നമ്മളിവിടെ അല്ലാതെ വേറെ ഇവിടെ ആശ്രയിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ മംഗലാപുരം പോകാൻ വേണ്ടിയിട്ട് പോലും നമുക്ക് ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്തിട്ട് എന്താ ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഇങ്ങനത്തെ അവസ്ഥകളാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ ആരോഗ്യ കേന്ദ്രം തുറന്നു പ്രവർത്തിച്ചത് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഇടപെട്ടതോടെ. ഡൽഹിയിലെ വായു മലിനീകരണത്തിൽ നേരിയ ആശ്വാസം. വായു ഗുണനിലവാര സൂചിക ചെറുതായി മെച്ചപ്പെട്ടു. വാഹന നിയന്ത്രണത്തിൽ മാറ്റമില്ല. വായു മലിനീകരണത്തിനെതിരെ സാന്താക്ലോസിന്റെ വേഷം ധരിച്ച് പ്രതിഷേധിച്ച ആം ആദ്മി പാർട്ടി നേതാവിനെതിരെ കേസെടുത്തു. സൗരവ് ഭരദ്വാജിനെതിരെ ഡൽഹി പോലീസ് കേസെടുത്തത് മതവികാരം വ്രണപ്പെടുത്തി എന്ന വകുപ്പ് ചുമത്തി. മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് ശിവസേന ബന്ധം കൂടുതൽ വഷളാകുന്നു. കോൺഗ്രസ് ടൂറിസ്റ്റ് പാർട്ടിയെന്നും സത്യത്തിന് നിരക്കാത്ത കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നും ശിവസേന ഉദ്ധവ് വിഭാഗം നേതാവ് ആനന്ദ് ദുബെ 24-നോട്. Party. Congress is no people in Mumbai. Congress has no voters in Mumbai. That's why Congress is doing bad things for Mahavikas Aghadi. And when we are playing cricket match, BJP and Shiv Sena is playing cricket match, and Congress is it's people like watching the cricket match. സഖ്യത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യുന്നതെന്നാണ് പരാതി. മുംബൈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കാഴ്ചക്കാരുടെ റോൾ മാത്രമേ ഉള്ളൂവെന്നും പരിഹാസം. ന്യൂസ് എക്സ്പ്രസ് അവസാനിക്കുന്നു. മറ്റു ചില വാർത്തകളിലേക്ക് വിശദമായി നമ്മൾ കടക്കുകയാണ്. പത്തനംതിട്ട അടൂർ നഗരസഭയിലെ അധ്യക്ഷ സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസിൽ പൊട്ടിത്തെറി. നഗരസഭാ കൗൺസിലർ സ്ഥാനം രാജിവെക്കുമെന്ന് നിയുക്ത നഗരസഭാ അധ്യക്ഷ റീന സാബുവിന്റെ മുന്നറിയിപ്പ്. നിയുക്ത വൈസ് ചെയർമാൻ പൂരം ശശിയും കൗൺസിലർ സ്ഥാനം രാജിവെക്കും. പത്തനംതിട്ടയിൽ നിന്ന് ഷിജോ കുര്യൻ ടെലിഫോണിൽ ചേരുന്നു. ഷിജോ, എന്താണ് ശരിക്കും അടൂർ പത്തനംതിട്ടയിൽ സംഭവിക്കുന്നത്? നഗരസഭയിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് LDF-ന്റെ ഭരണമായിരുന്നു. അപ്പോൾ ആ കാലയളവിൽ LDF ഭരിക്കുന്ന സമയത്തെല്ലാം അധ്യക്ഷന്മാരിങ്ങനെ മാറി മാറി വരുന്നതിനെതിരെ കോൺഗ്രസ് സമരം ചെയ്യുകയും ഇടതുപക്ഷത്തെ അടക്കം വലിയ രീതിയിൽ കളിയാക്കുകയും ഒക്കെ ചെയ്തതാണ്. എന്നാൽ 10 വർഷത്തിനിപ്പുറം UDF അധികാരത്തിലേക്ക് വരുമ്പോൾ അടൂർ നഗരസഭയിലെ അധ്യക്ഷ സ്ഥാനത്തേക്ക് 4 ടേമായിട്ട് 4 പേരെ വെക്കാനുള്ള തീരുമാനത്തിനെതിരെയാണ് മുതിർന്ന നേതാവ് ഇപ്പോൾ റീന സാമുവേൽ രാജിപ്രഖ്യാപനം നടത്തിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. അധ്യക്ഷ പദവി ഇങ്ങനെ വീതം വെക്കാനുള്ള തീരുമാനം അത് പ്രതിഷേധാർഹമാണ്. താൻ സീനിയർ ആണെന്നും വീതം വെക്കാൻ അനുവദിക്കില്ല എന്നുമാണ് റീന സാമുവേൽ പറയുന്നത്. വൈസ് ചെയർമാൻ പൂരം ശശിയും സമാനമായിട്ടുള്ള നിലപാട് എടുത്തിട്ടുണ്ട്. ഈ വൈസ് ചെയർമാൻ സ്ഥാനവും അധ്യക്ഷ സ്ഥാനവും 4 പേർക്ക് വീതം വെച്ചു കഴിഞ്ഞാൽ ഒരു തരത്തിലും അംഗീകരിക്കില്ല, രാജിവെച്ച് പുറത്തു പോകും. അത് മാത്രവുമല്ല, പാർട്ടിയിൽ തുടരുമെന്നും ജയിച്ച സ്ഥാനം രാജിവെച്ചുകൊണ്ട് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കേണ്ട സാഹചര്യം ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് കൂടി നിലവിൽ റീന സാമുവേലും പൂരം ശശിയും കൊടുത്തിട്ടുണ്ട്. 4 പേർക്ക് ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ അധ്യക്ഷ സ്ഥാനം വീതം വെച്ചതിനെതിരെയാണ് റീന സാമുവേലും പൂരം ശശിയും നിലവിൽ രംഗത്ത് വന്നിരിക്കുന്നത്. SKN. പ്രേക്ഷകർക്ക് ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ നേർന്ന നടൻ മണിയമ്പിള്ള രാജു 2026 പ്രതീക്ഷയുള്ള ഒരു കൊല്ലമാണെന്ന് താരം പറഞ്ഞു. പുതിയ സിനിമ ബബബായുടെ വിശേഷങ്ങളും മണിയമ്പിള്ള രാജു 24-നോട് പങ്കുവച്ചു. ക്രിസ്മസ് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നമ്മോടൊപ്പം ഒരു അതിഥി കൂടിയുണ്ട്, ശ്രീ മണിയമ്പിള്ള രാജു. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. നമസ്കാരം. എങ്ങനെയാണ് ഒരു സാധാരണ ക്രിസ്മസ് പോലെ ഈ വർഷവും അങ്ങനെ പോയോ, അതോ ഇന്ന് എന്തെങ്കിലും സ്പെഷ്യൽ ആഘോഷങ്ങളുണ്ടായിരുന്നോ? അല്ല, എല്ലാ വർഷവും ക്രിസ്മസിന് എന്താ പറയുക, ധാരാളം സുഹൃത്തുക്കൾ അവരെല്ലാം കേക്ക് കൊടുത്തയക്കും. നമ്മൾ ഓണം പോലെ തന്നെ ക്രിസ്മസും അതുപോലെയൊക്കെ തന്നെ ആഘോഷിക്കുന്നവരാണ് എല്ലാവരും. മലയാളീസ് പറഞ്ഞു ഇവിടെ ഉള്ളവർ എല്ലാം ഇവിടെ നമ്മുടെ കൂടെ എല്ലാം സ്റ്റാർ ഇടാറുണ്ട്. ക്രിസ്മസ് ആഘോഷം തന്നെയാണ്. ഈ ഒരു ദിവസത്തിന് വേണ്ടി എത്ര പേര് കാത്തിരിക്കുന്നുണ്ട്. പിന്നെ കരോളൊക്കെ വരാറുണ്ടോ? അങ്ങനെ പിന്നെ കരോളൊക്കെ വരാറുണ്ട്. ഞാനതൊക്കെ അവരൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കും, അവരുമായിട്ട് മ്യൂസിക്കൊക്കെ കേട്ടിട്ട് ഒരു രസമല്ലേ എല്ലാവർക്കും. ഞാനും പണ്ടൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പൈസയൊക്കെ ബുദ്ധിമുട്ടുള്ള സമയത്ത് ആരുടെയെങ്കിലും കൂടെ ഇങ്ങനെയൊക്കെ പോയാലോ എന്ന് വിചാരിച്ചു. കരോളിനൊക്കെ രസമല്ലേ ഇത്. ആളും അറിയത്തില്ല, മാസ്ക് വെച്ച് പൈസ വാങ്ങിച്ചിട്ട് വരാൻ. ന്യൂ ഇയർ ആണ്, 2026 കടക്കാൻ പോവുകയാണ്. പ്രതീക്ഷകളുണ്ട്. നല്ല വർഷമായിരിക്കും 2026. നല്ലൊരു ജനറേഷനാണ് വളർന്നു വരുന്നത്. അപ്പോൾ അവർക്കറിയാം കാര്യങ്ങൾ, അവരുടെ ഉപദേശങ്ങൾ നമ്മൾ കേട്ടോണ്ടിരിക്കണം, അത്രേ ഉള്ളൂ. 2025 അവസാനിക്കുമ്പോൾ മറ്റൊരു മധുരം കൂടി ഉണ്ടായിരുന്നു. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? സിനിമയുടെ ഒരു പ്രതികരണങ്ങളും എല്ലാം ഇപ്പോൾ സിനിമയുടെ സമ്മിശ്ര പ്രതികരണങ്ങളുണ്ടെങ്കിൽ തന്നെയും ആ പടം ആദ്യമേ തന്നെ അവർ തന്നെ അതിൻ്റെ ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും എന്നെ അഭിനയിക്കാൻ വിളിച്ചപ്പോൾ പറഞ്ഞു, ചേട്ടാ ഉദ്ദേശിക്കുന്ന ഒരു സിനിമയിൽ ഇതൊരു വട്ട് പടമാണ്,
അങ്ങനെ തന്നെ അവർ പറഞ്ഞു. ഇതിനകത്ത് ലോജിക്കില്ല, വേറൊന്നുമില്ല. ഇറ്റ്സ് എ ഫൺ മൂവി. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മസാലകളും ചേരുവകളും ഇവിടുത്തെ ഫോർമുലാസും എല്ലാം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അല്ല ഇതൊരു ക്ലാസിക് എൻ്റർടൈനറാണ്, ഇതിനകത്തൊരു കണ്ടിന്യൂറ്റി കാര്യങ്ങൾ അങ്ങനെയൊന്നും നോക്കിയിട്ടില്ല. അവരുദ്ദേശിച്ചത് അത് തന്നെയാണ്, ഡയറക്ടറും റൈറ്ററും ഒക്കെ. അല്ലെങ്കിൽ പിന്നെ ദിലീപൊക്കെ എത്രയോ ഹിറ്റ് പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. എല്ലാ കഥ കേൾക്കാതെ പുള്ളി അഭിനയിക്കുന്നില്ലല്ലോ. ചുവരില്ലാതെ ചിത്രം വരയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ മാതിരി ഒരുപാട് ആർട്ടിസ്റ്റിനെ കുത്തി നിറച്ച് നമ്മളിപ്പോൾ മലയാളത്തിലെ എല്ലാ സ്റ്റാർസിനെ ഇട്ടിട്ടൊരു പടം എടുക്കണം. ഓടണം നിർബന്ധമില്ല. അതിനകത്തൊരു കാമ്പുണ്ടായിരിക്കണം. ഒരു സിനിമയുടെ സബ്ജക്റ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. 24-ൻ്റെയും ക്രിസ്മസ് നവവത്സര ആശംസകൾ. ഉന്നാവോ ബലാത്സംഗ കേസിൽ അതിജീവിത സുപ്രീം കോടതിയിലേക്ക്. പ്രധാനമന്ത്രിയെയും രാഷ്ട്രപതിയെയും കാണാൻ ആഗ്രഹിക്കുന്നുവെന്ന് അതിജീവിത 24-നോട് പറഞ്ഞു. ജീവൻ പണയം വെച്ചാണ് താൻ പോരാട്ടം നടത്തുന്നതെന്ന് അതിജീവിതയുടെ മാതാവും 24-നോട് പറഞ്ഞു. മകൾക്കൊപ്പം നീതിക്കായി തെരുവിൽ അലയുകയാണെന്നും മാതാവ് 24-നോട്. 24 എക്സ്ക്ലൂസീവ്. ഈ റിപ്പോർട്ടോടുകൂടി പ്രൈം ടൈം പൂർത്തിയാകുന്നു. ഗുഡ് ബൈ. मैं सबसे गुहार लगा रही हूँ, प्राइम मिनिस्टर से भी गुहार लगा रही हूँ, हमसे मिले, और प्रधानमंत्री जी से भी, मुख्यमंत्री जी से भी, राष्ट्रपति महोदय से, क्योंकि एक महिला है, महिला का दर्द समझती है. एक रेपिस्ट को, इतना बड़ा क्रिमिनल, पिता को मार दिया, रेप किया, उसको मिल गई जमानत. ये देश का पहला ऑर्डर है. നീതി ഉറപ്പാക്കണമെന്ന അതിജീവിത രാഷ്ട്രപതിയെയും പ്രധാനമന്ത്രിയെയും കാണാൻ ആഗ്രഹിക്കുന്നു. ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയുടെ വേദന മനസ്സിലാകും. പിതാവിനെ കൊലപ്പെടുത്തി, തന്നെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു. പ്രതിയായ മുൻ BJP MLA കുൽദീപ് സിംഗ് സെൻഗറിന് കടുത്ത ശിക്ഷ തന്നെ നൽകണമെന്ന് അതിജീവിത 24-നോട്. इसमें भी मेरे साथ पुलिस ने खींचताना किया, हटाया वहाँ से. जब इंडिया गेट में प्रदर्शन नहीं कर सकते तो देश में रेप भी नहीं होना चाहिए. बहन बेटियों को इंसाफ, क्योंकि इस घटना से, इस जजमेंट से देश की बेटियों को डर हो गया कि हमारे साथ कुछ होके 5 साल बाद आरोपी बाहर आ जाएगा. കോടതിയിലാണ് വിശ്വാസമെന്നും നീതി ഉറപ്പാക്കണമെന്നും അതിജീവിതയുടെ മാതാവ് ആവശ്യപ്പെട്ടു. हमको न्याय चाहिए, न्याय के गुहार लगा रहे हैं. हमको न्याय चाहिए, मेरे बच्चों को न्याय चाहिए. हम बच्चन के लिए अपनी लड़ाई लड़ रहे हैं. मेरा पति अपने पति को खोया है, हम अपने बच्चों के साथ है. मेरे बच्चे हैं, मैं पीड़िता, उसकी माँ. പ്രതിയായ കുൽദീപ് സിംഗ് സെൻഗറിന്റെ ശിക്ഷ മരവിപ്പിച്ച ഹൈക്കോടതി വിധിക്ക് പിന്നാലെ ഇന്ത്യ ഗേറ്റിൽ അതിജീവിതയും മാതാവും രാത്രി പ്രതിഷേധിച്ചിരുന്നു. കേസ് അന്വേഷിച്ച CBI സംഘവും ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കും. വിനീത VG 24 ഡൽഹി.